And praise the Lord. Hallelujah. Amen. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നമ്മളിന്ന് ദേവദാസൻ പറഞ്ഞതുപോലെ the only thing we can give him back is praise and worship. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്താൽ തൻ്റെ അവസാന തുള്ളി രക്തം വെടിഞ്ഞ് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിലയ്ക്ക് വാങ്ങി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. മനുഷ്യർ മാത്രമാണോ കർത്താവിനെ ആരാധിക്കുന്നത്? ആണോ? അല്ല. ഇൻ സാംസ് 148 ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലുള്ള സകലതും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു. ആരൊക്കെയാണെന്നറിയോ? ഹെവൻസ്, ഹൈറ്റ്സ് അബവ്, ഏഞ്ചൽസ്, ഹെവൻലി ഹോസ്റ്റ്, സൺ, മൂൺ, ഷൈനിങ് സ്റ്റാർസ്, ഹയസ്റ്റ് ഹെവൻ, വാട്ടേഴ്സ് അബവ് ദ സ്കൈ. നീ സ്വർഗത്തിലുള്ളവർ മാത്രമല്ല, ഭൂമിയിലുള്ള ഓഷ്യൻ ഡെപ്സ്, ഗ്രേറ്റ് സീ ക്രിയേച്ചേഴ്സ്, ഓഷ്യൻ ഡെപ്സ്, ലൈറ്റ്നിങ്, hail, snow, clouds, mountains, hills, fruit trees, cedars, wild animals, cattle, small creatures, flying birds, kings of earth, all nations, princes, rulers, young men, women, old men, children, സകലതും ദൈവം സൃഷ്ടിച്ച സകലതും കർത്താവിനെ ആരാധിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വാക്കല്ല, വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. I didn't read the whole thing. I was just highlighting the people, the creatures who was worshiping God. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സർവ്വചരാചരങ്ങളോടും ഒപ്പം കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. സങ്കീർത്തനക്കാരൻ അവസാനം ഇങ്ങനെ പറയുന്നു, ജീവനുള്ളതൊക്കെയും, everything that has breath, let us praise him. സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളെ താട്ടി സകല ആരാധനയും സകല പുകഴ്ചയും സകല മാന്യതയും സകല മഹത്വവും കൈക്കൊള്ളുവാൻ യോഗ്യനായ യേശുവിനെ യേശുവേ ആരാധനേ, ക്രിസ്തുവേ ആരാധനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. യേശുവേ ആരാധനേ, ക്രിസ്തുവേ ആരാധനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. യേശുവേ ആരാധനേ, ക്രിസ്തുവേ ആരാധനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. എനിക്ക് ജീവൻ നൽകിയ ജീവന്റെ വഴിയും സത്യവും യേശു, എനിക്ക് ജീവൻ ജീവിതത്തിൽ സമാധാന പ്രഭുവാൻ വാണിടട്ടെ, എന്നും വാണിടട്ടെ. ജീവിതത്തിൽ സമാധാന പ്രഭുവാൻ യേശുവേ ആരാധനേ, ക്രിസ്തുവേ ആരാധനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. യേശുവേ ആരാധനേ, ക്രിസ്തുവേ ആരാധനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. യേശുവേ ആരാധനേ, ക്രിസ്തുവേ ആരാധനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. ഇഷ്ടനഷ്ടശോധനയിൽ പതരാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവിൻ അഭിഷേകം നൽകി. ഇഷ്ടനഷ്ടശോധനയിൽ പതരാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവിൻ അഭിഷേകം നൽകി. പ്രയാണത്തിൽ പതറി വീഴാതെ മേഘത്തണലിൽ സ്വാതന്ത്ര്യമേകി. പ്രയാണത്തിൽ പതറി വീഴാതെ മേഘത്തണലിൽ സ്വാതന്ത്ര്യമേകി. യേശുവേ ആരാധനേ,
ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധനേ ക്രിസ്തുവേ കുഞ്ഞാടേ യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധനേ ക്രിസ്തുവേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് യേശുവേ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് യേശുവേ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് യേശുവേ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് യേശുവേ ആരാധന ആരാധന അങ്ങേക്ക് 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 നിന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ ഈശ്വര നീ ബലമായതാ ഞാനൊട്ടും ഭയപ്പെടില്ല ഈശ്വര നീ ബലമായതാ ഞാനൊട്ടും ഭയപ്പെടില്ല ആരാധന അങ്ങേക്ക് യേശുവേ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് രക്ഷകനേ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് യേശുവേ അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടും നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന
വിശ്വസ്തനായവനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. നീതിമാനായവനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ദൂതന്മാരോട് ചേർന്ന് സകല ചരാചരങ്ങളോട് ചേർന്ന് അങ്ങ് വിശ്വസ്തനായ ദൈവം, അങ്ങ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്തവൻ, അങ്ങ് ആദ്യവും അന്തവും അറിയുന്നവൻ, മരണത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ. അപ്പ ഞങ്ങളെ വിസ്നേഹിച്ചവന് നന്ദിയപ്പ, ഞങ്ങളെ കരുതിയതിന് നന്ദിയപ്പ.
Shanthana, Rithana Mana Mana Shanthana, Rikama Shanthana, Rithana Mana 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 Shanthana, Rikama Shanthana, Rithere Merikima Shanthana, Rithana Mana Shanthana, നമ്മെ നന്നായി അറിയുന്നവൻ ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഇൻറ്റൻഷൻസിനെ അറിയുന്നവൻ ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തൻ. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി, നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ നോക്കി ഭയപ്പെടാതെ, നിരാശപ്പെടാതെ, ഉറപ്പോടെ ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾക്ക് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുമോ? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. The one who called me is faithful and he will do it for me and he will do it for you. Rikema Shantana, Rikema Shantana, Rithana Manama Shantane, Rikema Shethere, Rikema Shantana, Rithana Manama Shantana. കർത്താവിനോട് പറയാൻ പറ്റുമോ? അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലും എനിക്ക് അങ്ങേ വേണം. കർത്താവ്, എൻ്റെ ലൈഫിൽ മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എൻ്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ, ഞാൻ ഡ്രീം ചെയ്തതുപോലെ ഒന്നും നടന്നില്ലെങ്കിലും, അപ്പോൾ ഐ നീഡ് യു. കർത്താവെ, അങ്ങ് വിട്ട് മാറുവാൻ അങ്ങ് അനുവദിക്കല്ല. കർത്താവെ, അങ്ങയുടെ അടുക്കുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിലുള്ള സകലത്തെയും അപ്പം എന്നിൽ നിന്ന് മാറ്റണമേ. ഐ നോ ദിസ് ഇസ് എ ഡിഫിക്കൽട്ട് പ്രയർ. പക്ഷേ അവസാനം വരെ, അന്ത്യം വരെ നമ്മുടെ കൂടെയുള്ളത് കർത്താവാ. ഒരു വ്യക്തിക്കും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്കും നിന്നെ ആശ്വസിപ്പിക്കുന്നതിനും അപ്പുറമായി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും. ഒന്നു ഞാൻ അറിയുമെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ അറിയുമെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അമ്പേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും നദികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചെറുമതി യേശുവല്ലേ. എൻ്റെ ലാസ്റ്റ് മിനിറ്റിലും
കർത്താവെ, അങ്ങനെ വിട്ടു പിരിയരുതപ്പ. എന്നെ അതിനായി സഹായിക്കണമേ. ഇതൊരു പ്രാർത്ഥനയായി മാറട്ടെ. നമ്മൾ ഈ ലോകത്തിന്റെ അന്ത്യനാളുകളിലായിരിക്കുമ്പോൾ ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അപ്പ എൻ്റെ ലാസ്റ്റ് മൊമെന്റിലും എൻ്റെ ലാസ്റ്റ് മിനിറ്റിലും വിശ്വസ്തനായിരിക്കുവാൻ, അപ്പൊ അങ്ങ് വിശ്വസ്തനെന്നറിയുവാൻ വചനം ഇങ്ങനെ പറയുന്നു, He never leaves you alone. നിന്നെ ഒരു നാളും അവൻ ഉപേക്ഷിക്കയില്ല. ഒരു പക്ഷേ നിന്റെ മുൻപിലെ പെരുവെള്ളം ഒത്തിരി ഇരച്ചു കലങ്ങിയേക്കാം, പക്ഷെ പെരുവെള്ളം പോലും തോറ്റുപോകുന്ന ഒരു മൊമെന്റ് വരും. അതുകൊണ്ടാ പറഞ്ഞേ, വിളിച്ച ദൈവം വിശ്വസ്തൻ. നിന്റെ ലൈഫിൽ ആ മൊമെന്റ് വരും. തളരാതെ, ഈ വെയിറ്റിംഗ് ടൈമിൽ നീ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നിന്നെ വിളിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പറ്റുമോ? ആ കർത്താവ് ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരോടും പറയുന്നു, അവൻ നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല. അവൻ നിന്നെ മറന്നു കളയത്തില്ല. അവൻ നമ്മെ ഓർക്കുന്ന ദൈവം. അവൻ നമ്മെ ഓർക്കുന്ന ദൈവം. അവൻ നിന്നെ ഓർക്കുന്ന ദൈവം. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിലും ഞങ്ങളോട് അവിടുന്ന് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. ഞങ്ങളെ കൈവിടാതെ, ഞങ്ങളെ വിട്ടുമാറാത്ത അവിടുത്തെ സാമീപ്യത്തിനായി നന്ദി. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം ഉറയ്ക്കുന്നു കർത്താവേ. മറ്റാരൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ മടുത്ത് മാറിയാലും മാറാതെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യേശുവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ഓരോ ഓളങ്ങൾക്കും ഞങ്ങളെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വാഴുന്നത് കൊണ്ട്, Lord, you are an overcomer, and so nothing that comes against our life
cannot overcome us, because overcomer Christ Jesus lives in us. So we take courage this night, oh Lord. We cast every fear, every anxious thoughts from our mind. Oh Rakaba Shateri Ambra Lama. Gloria Bre Shateri Ambra Kamandra Ramana. ഈ നിമിഷങ്ങളിൽ ധൈര്യം പകരുന്ന ഹല്ലേലൂയ, ആകുലതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അങ്ങയുടെ കരം ഈ നിമിഷങ്ങളിൽ കരുത്തായി അവരുടെ കരത്തെ കയറി പിടിക്കട്ടെ. എതിരായി നിൽക്കുന്ന ഒരനുഭവങ്ങളും ഞങ്ങളെ ഓവർകം ചെയ്യത്തില്ല. Because we are an overcomer. We can overcome because overcomer Christ Jesus lives in us. So now, Lord, I pray that strengthen each one of them, no matter what they are going through in their life, oh Lord Jesus. Give them the courage to face, because they are not facing it all alone. Because Christ Jesus, who walks ahead of us, who covers us, will deal with it, oh Lord, and we will experience your victory. We give glory to your name, oh Lord. Thank you for blessing us this night. Lord, as we continue to be seated in your presence, as we hear from your word, speak to us, oh Lord, this night. Lord, transform our lives with the power of your word. Lord, we pray that this night, anoint your servant, oh Lord, as we speak, oh Lord, let every word be turned into spirit and life. Lord, let it impart life into every dead-end situation, oh Lord. So we give glory and honor to your name. Jesus, have your way in us, oh Lord, this night. Speak to us. Here we are, listening to your word. We give glory and honor to your name. In the name of Jesus we pray. Amen. Let's all be, before we get seated, there are a few, I know that you may be tired. Would you rise up in God's presence, please? This night, as we are going to hear from God's word, how many of you are ready to hear that, Lord? How many of you are praying in your heart, really? This is not just a Sunday service where you get in, but Lord, I want to hear your voice this night. And I allow the Spirit of God to minister to me this night. So, Jason has been a great instrumental used by God now for the expansion of God's kingdom. As you know that he has couple of times he has ministered to us. God has powerfully moved in our midst, and this night also would not be a different. I am expecting much more that Lord will do this night. Would you please clap your hands and welcome the servant of God, Jason. Thank you. Please be seated. Praise the Lord. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുന്നിൽ തിരുവചനവുമായി നിൽപ്പാൻ എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസനോടും എല്ലാ സഹശുശ്രൂഷകന്മാരോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുക. ഈ ദൈവസഭ ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ അനുഗ്രഹമായിരുന്നു. ലാസ്റ്റ് തവണ ഞാൻ ഇവിടെ വചനം സംസാരിച്ചപ്പോൾ എൻ്റെ ഫാമിലി സ്റ്റാറ്റസ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് പകലിൽ ഇവിടെ വചനം സംസാരിക്കാൻ നിൽക്കുമ്പോൾ ദൈവം പ്രിയ സാറായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എനിക്ക് തരുന്ന അവസരങ്ങളൊക്കെ ഞാനൊരു പദവിയായി കണ്ടുകൊണ്ട് പൂർണ്ണ താഴ്മയോടും വിനയത്തോടും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ച ദൂത വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകലിൽ സംസാരിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കർത്തൃദാസന്മാരിൽ കൂടെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് തൻ്റെ ജനത്തോട് സംസാരിക്കാനുള്ള ആലോചന നമ്മളെ മറനീക്കി നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു തുടർമാനമാണ് ഇന്ന് സംസാരിക്കാൻ എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത്. വളരെ സിമ്പിളാക്കി
ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവം ഇതാരും ടൈം നോക്കരുത്. ഞാൻ ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോയില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ള സ്പെസിഫിക് ദൂതുകൾ ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ അത് എല്ലാവരോടും ഒരുപോലെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ചിലരോടൊക്കെ ചില സ്പെസിഫിക് ദൂതുകൾ തലയിൽ കൈവയ്ക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും. അപ്പം നിങ്ങൾ സ്തോത്രം പറഞ്ഞ് അത് ഏറ്റെടുക്കണം. അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഞാൻ മനഃപൂർവ്വം ആരെയും എൻ്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കില്ല. പരിശുദ്ധാത്മാവ് പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ദൂതുകൾ തന്നാൽ അത് റിസീവ് ചെയ്യണം. ഞാൻ നേരെ ഒട്ടും സമയം കളയാതെ ആ ദൂതിലേക്ക് അങ്ങ് കയറുക. വെളിപ്പാട് പുസ്തകം നിങ്ങൾക്കറിയാം, എഴുതിയിരിക്കുന്നത് നാം കേട്ട് കഴിഞ്ഞു. മറ്റാരുമല്ല, യോഹന്നാൻ എന്ന് പറയുന്ന യേശുവിൻ്റെ ഒരു അപ്പോസ്തലനാണ്, അല്ലേ? യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എവിടെ വെച്ച് എഴുതിയെന്നും ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എവിടെയാ? പത്മോസ് ദ്വീപിലായിരുന്നപ്പോഴാണ് ഈ പുസ്തകം എഴുതുന്നത്, ഇവിടുത്തെ ദൂതുകൾ എഴുതുന്നത്. പുള്ളി പത്മോസിൽ പോയത് ക്രൂസിലൊന്നും പോയതൊന്നുമല്ല. എന്നൊരു സമ്മർ ആഘോഷിക്കാൻ വേണ്ടി ഫാമിലി എല്ലാം കൂടെ ഒരുമിച്ച് പത്മോസിൽ പോയപ്പോൾ അവിടെ കിട്ടിയ ഒരു വെളിപ്പാടല്ല അവിടെ എഴുതിയിരിക്കുന്നത്. മിഷൻ ട്രിപ്പിന് പോയതുമല്ല. ചർച്ചായിട്ട് ഒരുമിച്ച് എഫെസോസിലെ ചർച്ചെല്ലാം കൂടെ ചേർന്ന മിഷൻ ട്രിപ്പിന് നേരെ പത്മോസിലോട്ട് വിട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോയപ്പോഴും കിട്ടിയ ദൂതല്ല ഇത്. എങ്ങനെയാണ് ഈ യോഹന്നാൻ പത്മോസിൽ എത്തിയതെന്ന് 2-3 വാക്കുകളിൽ പറഞ്ഞ് ഈ ഒരു സന്ദേശത്തിലോട്ട് കയറാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഈ യോഹന്നാൻ എന്ന് പറയുന്ന ആളെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് പറയുമ്പോൾ ഓർത്തോണം, യേശുവിന് എത്ര വയസ്സേ ഉള്ളൂ? 30 വയസ്സേ ഉള്ളൂ. യേശുവിന് 30 വയസ്സാ. അതിൽ 12 ശിഷ്യന്മാരുണ്ട്. ആ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെ ഒരു ചിന്ത ശരിയാണെങ്കിൽ ഒരു 19-20 വയസ്സൊക്കെ കാണും മാക്സിമം. ഇനി അത് മാത്രമല്ല, ഇച്ചിരി കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ എങ്ങനെ നിനക്ക് മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ പലയിടത്തും എഴുതിയിട്ടുണ്ട് യോഹന്നാൻ എവിടെയാ? യേശുവിൻ്റെ മാറോട് ചാരി ഇരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? പ്രായമുള്ള ആരെങ്കിലും നിങ്ങളുടെ മാറോട് ചാരി ഇരിക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൊച്ചൊരു കുഞ്ഞിനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചേർത്ത് മടിയിലൊക്കെ കയറ്റി ഇരുത്തി സന്തോഷിപ്പിക്കുമായിരിക്കും. എന്നാൽ 50-60 വയസ്സുള്ള ആരെങ്കിലും പിടിച്ച് മടി ഇരുത്തുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്ര വാത്സല്യം യേശുവിന് യോഹന്നാനോടുണ്ടായിരുന്നു. ഭയങ്കര ഇൻറ്റിമസിയുള്ള ഒരാളാണ് ആര്? യോഹന്നാൻ. അപ്പം ഞാൻ പറഞ്ഞു യങ്ങസ്റ്റ് ആണ്. ഇനി മറ്റൊന്ന്, ഈ യോഹന്നാൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ അവനാര് അപ്പൻ്റെ ജോലി തുടരുക. അവർക്കൊരു ഫാമിലി ഒരു ജോലിയുണ്ട്. ആരാ? മീൻപിടുത്തക്കാരാ. അപ്പൻ്റെ പേര് സെബദീന, അമ്മയുടെ പേര് ശലോമീൻ. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ദൂത് പറയാനുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൻ്റെ പേര് സെബദീന, അമ്മയുടെ പേര് ശലോമീൻ. ഈ ശലോമി ആരാന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നത് യേശുവിൻ്റെ അമ്മ മറിയുണ്ടല്ലോ, മേരി, ഈ മേരിയുടെ സിസ്റ്റർ ആണെന്നാണ് പറയുന്നത്. ആര്? ശലോമി. അപ്പം അങ്ങനെ പറഞ്ഞാലും യേശുവും യോഹന്നാനും തമ്മിൽ ഒരു റിലേഷനുമുണ്ട്, ഒരു ബന്ധമുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ യോഹന്നാനെ നല്ലപോലെ റേസ് ചെയ്ത ഒരു കുടുംബമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, യോഹന്നാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ തന്നെ യോഹന്നാൻ ആരുടെ ശിഷ്യനാണെന്നറിയോ? ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ശിഷ്യനാണ്. എന്ന് വെച്ചാൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനാണ്. ആര്? ഈ പുസ്തകം എഴുതിയിരിക്കുന്ന യോഹന്നാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു മീൻപിടുത്തക്കാരൻ ഒരു മനുഷ്യൻ്റെ ശിഷ്യനായിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അത് യങ്ങായിട്ടുള്ള ഒരാൾ 19 വയസ്സ് അല്ലെങ്കിൽ 16, 17, 18 വയസ്സൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സുവിശേഷം കേട്ട് മാനസാന്തരത്തിൻ്റെ സന്ദേശം കേട്ട്, അതും പ്രോസ്പെരിറ്റിയുടെ തിയോളജി അല്ല യോഹന്നാൻ പറയുന്നത്, സർപ്പസന്തതികളെ മാനസാന്തരപ്പെടണമെന്നൊക്കെ പറയുന്ന കഠിനമേറിയ ദൂത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വാക്ക് കേട്ട് അവനെ അനുഗമിക്കാൻ പോകുന്ന ആ ഒരു മനസ്സ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, അവരുടെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട്, ആ ഫാമിലിയുടെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ഇനി ഇച്ചിരി കൂടെ ഞാൻ ക്ലാരിറ്റി തരാം. ഒരു ദിവസം യേശുവിൻ്റെ അമ്മ എന്നിട്ട്, യേശുവിൻ്റെ അമ്മയല്ല, ഈ യോഹന്നാൻ്റെ അമ്മ എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ പറഞ്ഞു, എന്താ? ബന്ധുക്കാരാണല്ലോ. പറഞ്ഞു നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എൻ്റെ 2 മക്കളെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് ഇരുത്തിയേക്കണം. നല്ല ആഗ്രഹം, എല്ലാ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് ഇരുത്തണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, നല്ല സ്പിരിച്വൽ സ്റ്റാറ്റസ് ഉള്ളൊരു ഫാമിലി. എന്ന് വെച്ചാൽ മക്കൾ ശുശ്രൂഷയിൽ ശോഭിക്കണം, ദൈവരാജ്യത്തിൽ കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള അമ്മ. അങ്ങനെ വളർന്നു വന്ന യോഹന്നാൻ ഒരു ദിവസം യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. അപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി യേശുവിനോട്. പിന്നൊരിക്കൽ ഇവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു പറഞ്ഞിട്ട് പറയാ, മതി, എൻ്റെ കൂടെ പോര്, ഞാൻ നിങ്ങളെ ഇനിയും
മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോവാ. അന്നേരം വലയും പടകും എല്ലാം വിട്ടിട്ട് ഇറങ്ങിപ്പോയ യോഹന്നാൻ. ഒന്ന് ആലോചിച്ച്, വെറും 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എല്ലാ ജോലിയും കളഞ്ഞിട്ട് ഒരിക്കൽ പോലും ഒരു പക്ഷെങ്കിൽ ഭാവിയെക്കുറിച്ച് എന്താണെന്ന് അറിയാതെ ഒരു ഹിന്റും കൊടുക്കാതെ ഒരാൾ വന്ന് വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോകുക, എല്ലാം വിട്ടേച്ച് അങ്ങനെ പോയ ഒരുത്തൻ. അവനെ വെറുതെ വിടാൻ വിളിച്ചവന് മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ കാലം കുറച്ച് മുന്നോട്ട് പോയി, ഇച്ചിരി വർഷങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങൾക്കറിയാമോ, യേശു മരിക്കുമ്പോൾ അമ്മയെ യോഹന്നാനെ നോക്കി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇതാ നിന്റെ മകൻ, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അപ്പം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കൊള്ളാകുന്ന ഒരുത്തൻ, സ്വന്തം അമ്മയെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ കൊള്ളാകുന്ന ഒരുത്തൻ. ബാക്കി എല്ലാവരും ഓടിപ്പോയിട്ടും അവൻ മാത്രം ക്രൂശിന്റെ ചോട്ടിൽ നോക്കി നിൽക്കുക. അപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരുവൻ, എന്നോരം ക്വാളിറ്റി എണ്ണി 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 പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യൻ സഭയുടെ നേതൃത്വത്തിലേക്ക് ഉയരി വരിക. സഭയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അന്ന് യേശുവിൻ്റെ സുവിശേഷം ലോകത്തിലേക്ക് പങ്കുവെക്കുന്ന ദിവസങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. റോമൻ ചക്രവർത്തിമാർ നാട് വാഴുന്ന ആ കാലം ക്രിസ്ത്യാനികൾക്ക് അത്ര സുഖകരമല്ലാത്ത കാലഘട്ടം. ഓരോ ചക്രവർത്തിമാർ മാറി 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 വരുമ്പോൾ ക്രിസ്ത്യാനികളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം. അവസാനം ശേഷിക്കുന്നത് യോഹന്നാൻ മാത്രം. ഏകദേശം AD 95 ആയപ്പോൾ ഡൊമീഷ്യൻ എന്ന് പറയുന്ന ഒരു മഹാദുഷ്ടനായ ഒരു ചക്രവർത്തി നാട് ഭരിക്കാൻ വന്നു. ആ മനുഷ്യൻ ഈ ക്രിസ്തീയ മാർഗം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ആഗ്രഹം ജനം മുഴുവൻ ഈ റോമ കൈസറിനെ ദൈവമായിട്ട് അംഗീകരിച്ച് അവരെ ആരാധിക്കണം. പക്ഷേ ദൈവവചനം പറയുന്നു, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അങ്ങനെയുള്ള ടീച്ചിങ്സ് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ വിചാരിച്ചു, അങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഓരോരുത്തരെയും അരിഞ്ഞു വീഴ്ത്തും. അങ്ങനെ പിടിച്ചു വരുമ്പോൾ അവസാനം ഈ യോഹന്നാനെ പിടിക്കപ്പെട്ടു. അന്നേരം അവൻ്റെ പ്രായം ഏകദേശം 90 വയസ്സ് കഴിഞ്ഞു. പടുവൃദ്ധനായി ഈ മനുഷ്യനെ തക്കതായ ശിക്ഷ കൊടുക്കാൻ വേണ്ടി റോമൻ കൊളോസിയത്തിലേക്ക് ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി. റോമൻ കൊളോസിയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഷോകളൊക്കെ നടക്കുന്ന വലിയൊരു ഒരു സ്റ്റേഡിയം എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ. ഒരുപാട് ആളുകൾ കൂടി വരുന്ന ആ സ്ഥലം. ആ ചക്രവർത്തിയുടെ വിചാരം എത്രയേ ഉള്ളൂ, എൻ്റെ വാക്കനുസരിക്കാത്ത, എന്നെ ആരാധിക്കാത്ത സകല മനുഷ്യർക്കും ഇങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്ന് തെളിയിക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം. നാട് മുഴുവൻ ഒരുമിച്ച് കൂടി യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് പിടിച്ചിട്ടു. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇറങ്ങി പുറപ്പെട്ട, തൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട അവനെ അവിടെ ഇട്ട് അപമാനിക്കാൻ ദൈവത്തിന് മനസ്സായിരുന്നില്ല, യേശുവിന് മനസ്സായിരുന്നില്ല. നാം ചരിത്രം വായിക്കുമ്പോൾ കാണുന്നത്, ആ തിളയ്ക്കുന്ന എണ്ണയിൽ അവനെ പിടിച്ചിട്ടിട്ടും അവിടെ നിന്ന് പുറത്ത് ഒരു തരി തീയുടെ മണം പോലെ മേശാതെ അതിനകത്തുനിന്ന് പുറത്തു വന്നു ഒരു ദൂത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ള, പഴയ നിയമത്തിൽ ഹല്ലേലൂയ ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ മാത്രം വിടുവിച്ച് ചരിത്രം സൃഷ്ടിച്ചൊരു ദൈവത്തെയല്ല, ഇന്നും ഒരു തീ പോലെ നിന്നെ ഏശാതെ നിന്റെ കരം പിടിക്കാൻ കഴിയുന്ന ഒരുത്തിനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ചൂടാമന്ന ശാന്തലാതര, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ദൈവനാമ നിമിത്തം എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ നിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ വെറുതെ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. ഹന്തരാധര ചുടാമന ഹത്തൽ പ്രബാലക ശാന്തലാതല. കഥ എവിടെ കൊണ്ട് തീർന്നില്ല. ചക്രവർത്തി പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഇത്രയും ആളുകൾ കണ്ടു ജീവനുള്ളൊരു ദൈവം ഉണ്ട്, അവരുടെ പ്രതീക്ഷ നടന്നില്ല. ഈ മാർഗത്തെ മുഴുവൻ നശിപ്പിക്കാമെന്ന് വിചാരിച്ച ആ ചക്രവർത്തിമാരുടെ, അവിടുത്തെ ഭരണാധിപന്മാരുടെ ആഗ്രഹം നടന്നില്ല. ഇനി എങ്ങനെ ഇവരെ മിണ്ടാതാക്കും? അടുത്തൊരു മാർഗമേ ഉള്ളൂ. ഇനി ഇവൻ പുറം ലോകം കാണാൻ പാടില്ല, ഇനി ആരോടും സംസാരിക്കേണ്ട. ആളുകളെ കണ്ടേലല്ല പ്രശ്നമുള്ളത്, ഇവനെ ഏതായാലും കൊല്ലാൻ പറ്റത്തില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ഇനി ഇവിടുന്ന് നാട് കടത്തിയേക്കാം. അങ്ങനെ നാട് കടത്തിയ ഈ റോമൻ എംപയേഴ്സിന്റെ പീനൽ കോളനിയാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. എന്ന് വെച്ചാൽ കൊടും കുറ്റവാളികളെ, ക്രൂരകത്വം ചെയ്യുന്ന ആളുകളെ, മറ്റു പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈജിയൻ കടലിടുക്കിൽ പാറക്കൂട്ടങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐലൻഡ്, ഒരു ദ്വീപ്. അവിടേക്ക് യോഹന്നാനെ, പടുവൃദ്ധനായ ഈ മനുഷ്യനെ അവിടേക്ക് കൊണ്ട് തള്ളുകയാണ്. ശാന്തലാതല. ഒരു പക്ഷെങ്കിൽ അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്.
അവിടുത്തെ ദിവസങ്ങൾ അത്ര സുഖകരമല്ല. ചരിത്രം പറയുന്നത് അവിടെ രാത്രിയാകുമ്പോൾ കൊടും തണുപ്പ്, പകലാകുമ്പോൾ കൊടും ചൂട്, ഭക്ഷണമില്ല, കൊടും കുറ്റവാളികൾ, ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകൾ മാത്രമുള്ള സ്ഥലമാകിയാൽ പരസ്പരം അവരെ കൊല്ലുവാനും മുറിവേൽപ്പിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം വളരെയധികമാണ്. തലയ്ക്ക് മുകളിൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു ശവങ്ങൾ തിന്നുവാൻ വേണ്ടി. ചുറ്റും കാണുന്ന കാഴ്ചകൾ അത്ര സുഖകരമല്ല. ഏകദേശം 90 വയസ്സ് കഴിഞ്ഞ ഈ പടുവൃദ്ധനായ അപ്പോസ്തലൻ അങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കഴിക്കുമ്പോൾ ഒരു ദിവസം പ്രതീക്ഷിക്കാതെ കർത്തൃ ദിവസത്തിൽ എന്താ കണ്ടതെന്നറിയാമോ? അല്ലെ, തന്നെ കൊല്ലുവാൻ വരുന്ന ഏതോ ആരാച്ചാരുടെ വാളല്ല കണ്ടത്. അവൻ വചനം പറയുന്നു, ഒരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കിയപ്പോൾ 7 നക്ഷത്രം വലകയിൽ പിടിച്ച് 7 രാജാവിന്റെ ശിരസിൽ ധരിച്ച ഒരുവൻ വന്നിട്ട് തോളത്ത് കൈവച്ചിട്ട് പറയാം, മോനെ നീ ഭയപ്പെടേണ്ട കുഞ്ഞെ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ മുന്നിൽ പ്രതീക്ഷയ്ക്ക് യാതൊരു വകകളുമില്ലായിരിക്കാം. ഇന്ന് പകലിൽ ഭയമായിരിക്കാം നിന്നെ ഭരിക്കുന്നത്. യേശു പറയുക, ഭയപ്പെടേണ്ട. യോഹന്നാനെ, നിന്നെ കൊല്ലാനല്ലേ നോക്കുന്നത്? യേശുവിന്റെ മറുപടി എന്തു പറയുന്നതിനെക്കാട്ടെ മുന്നേ ആദ്യം പറഞ്ഞെന്താണെന്നറിയോ? ഭയപ്പെടേണ്ട, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആദ്യനും അന്ത്യനും ആകുന്നു. അടുത്ത സെന്റൻസ്, മോനെ ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഇന്നും ജീവിച്ചിരിക്കുക. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണ് ഉള്ളത്. ഇന്ന് പകലിൽ നിന്നെ തകർക്കുവാൻ, നിന്നെ കൊല്ലുവാൻ എത്ര പാതാള ശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റ് വന്നാലും പരിശുദ്ധ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ, നിന്നെക്കുറിച്ചുള്ള ദൈവിക പർപ്പസുകൾ, നിന്നെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ അവസാനിക്കാതെ നിന്നെ തൊടുവാൻ ഒരു ദുഷ്ട പിശാചിന് കഴിയത്തില്ല. റമന ഹന്തല, ഈ ദൂതിനൊരു ആമേൻ പറയാൻ കഴിയുമെങ്കിൽ ഉടലക സന്തരാധന അല്ല വിശ്വാസത്തോടെ ഇതിന് ആമേൻ പറഞ്ഞു. നിന്നെ തകർക്കുവാൻ എത്ര പാതാള ശക്തികൾ, നിന്റെ ശുശ്രൂഷയെ ഒതുക്കുവാൻ എത്ര പാതാള ശക്തികൾ എഴുന്നേറ്റ് വന്നാലും സന്തരാധന ദുരാമന ഹന്തൽക്കമന വൈഷപ്രമാദന ദുരബലമ സന്തര ദിഗൽക്കമന, അവൻ പറയുവാൻ ഞാൻ പിടിക്കാതെ അല്ലെങ്കിൽ ഞാൻ പറയാതെ ആർക്കും നിന്നെ തൊടുവാൻ കഴിയില്ല. എന്നിട്ട് ആരോടും അതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ അവനോട് പറയാ. നിന്റെ നല്ല പ്രായം എനിക്ക് വേണ്ടി ചെലവഴിച്ചതല്ലേ, ആരോടും പറയാത്തത് നിന്നോട് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നീ എഴുതണം. എന്തെഴുതണം? നീ കണ്ടത് എഴുതണം, ഇപ്പോൾ ഉള്ളത് എഴുതണം, ഇനി മേലാൽ സംഭവിക്കാനുള്ളത് എഴുതണം. എന്താ കണ്ടത്? അതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഭിഷിക്തന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം, അതാണ് യോഹന്നാൻ കണ്ടത്. അതെഴുതിക്കോ. അടുത്തത് എഴുതേണ്ടത് എന്താണെന്നറിയാമോ? ഇപ്പോഴുള്ളത് എഴുതേണ്ടത്. എന്താ ഇപ്പോഴുള്ളത് എഴുതാൻ പറഞ്ഞെന്നറിയാമോ? ഞാൻ കുറച്ചും കൂടെ സിമ്പിളാക്കി ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. 7 സഭകൾക്കുള്ള ദൂത് അവിടെ കൊടുക്കുന്നത് നമുക്കറിയാം. 7 സഭകൾ എന്ന് പറഞ്ഞാൽ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലം യോഹന്നാൻ്റെ പ്രവർത്തന മേഖല, യോഹന്നാൻ ശുശ്രൂഷിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, റോമൻ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രൊവിൻസാണ്. അതിനെയാണ് ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. ആധുനിക തുർക്കി, ഇന്നത്തെ കാലത്തെ ടർക്കി, ആ സ്ഥലത്തുള്ള 7 സഭകളെ അഡ്രസ്സ് ചെയ്താണ് ഈ മെസ്സേജ്, ഈ ലെറ്റർ പോകുന്നത്. ഇനി ഈ 7 സഭകൾ, അപ്പം നമ്മൾ വിചാരിക്കും അവർക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടല്ലോ. അല്ല, ഈ 7 സഭകളെന്ന് പറഞ്ഞാൽ 7 കാലഘട്ടങ്ങളെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ സഭ കടന്നു പോകുന്ന വിവിധ കാലഘട്ടത്തെ കാണിക്കുന്ന ദൂതുകൾ, പ്രൊഫറ്റിക്കൽ വേർഡാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആത്മാവിൽ കണ്ട പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. 7 സഭകൾ പോകുന്ന കറണ്ട് സിറ്റുവേഷൻ അവരോട് പറയുന്നതിനോടൊപ്പം തന്നെ ഇനി ഫ്യൂച്ചറിൽ സഭ കടന്നു പോകാൻ സാധ്യതയുള്ള ആ കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ ദൂത് യോഹന്നാൻ്റെ വെളിപ്പാടല്ല. നിങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. ആരുടെ വെളിപ്പാടാ? യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാ. അതായത് ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു തൻ്റെ ദാസന്മാരെ കാണിക്കാൻ, ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ തൻ്റെ മണവാട്ടിയാകുന്ന സഭയോട് പറയാനുള്ള ദൂതാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം.
തൻ്റെ മണവാട്ടി സഭയോട് യേശുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. നിന്നെ നശിപ്പിക്കുമെന്ന് പറയാനല്ല ആ ദൂത് എഴുതിയിരിക്കുന്നത്. നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയാനല്ല ആ ദൂത് എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ വരാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി റെഡി ആവണം. ദുരാമന ശാന്ത, ഇന്ന് പകലിൽ എത്ര പേരുടെ അകം തുടിക്കുന്നുണ്ട്, എന്നെ ചേർക്കുവാൻ എൻ്റെ പ്രാണപ്രിയൻ വരാൻ പോകുക. അവൻ എന്നോട് പറയാനുള്ള ലവ് ലെറ്ററാണ് ഈ വെളിപ്പാട് പുസ്തകം. നമ്മളെ നശിപ്പിക്കാനാണ് ഈ പുസ്തകം എഴുതണ്ടല്ലോ, നേരത്തെ അങ്ങ് നശിപ്പിച്ചാൽ പോരെ. അതിനല്ല എഴുതിയിരിക്കുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആ ദൂതിലോട്ട് കയറുക. നമ്മുടെ ആരാധന കഴിയാനുള്ള സമയം വരുന്നു. ഞാൻ എൻ്റെ ആ ഒരു വിഷയത്തിലോട്ട് കയറാൻ പോകുന്നുള്ളൂ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും നടച്ചാട്ടെ. ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിന് പറയാനുള്ളൊരു ദൂതുണ്ട്. നിങ്ങൾ ദൈവത്തോട് പറപ്പാ, എനിക്ക് കുറച്ച് അറിവുകളല്ല കേൾക്കേണ്ടത്. ദുരാമന ശന്ധരാധര, ദുരമന പശന്ധരാധര, ദുരൽക്കമന സന്ധരാധര. അല്പസമയങ്ങൾ അന്യഭാഷകളിൽ അവനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുക. നിങ്ങളോട് വ്യക്തമായി ഇടപെടും. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു, ഇനി ഇടപെടാൻ പോവുക. ഉഡാമന ഹന്തരാധര, ദിഗൽക്കമന സന്ധരാധര. അന്യഭാഷകളിൽ അല്പസമയങ്ങൾ ഒരു വാ പോലും പൂട്ടിയിരിക്കരുത്. എല്ലാ നാവുകളും അല്പസമയങ്ങൾ അന്യഭാഷകളിൽ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. റമാനബ ദിഗൽക്കമന സന്ധരാധര. ദൈവത്തോട് പറ, എന്നോട് എന്താണോ ഇതിനകത്തൊന്ന് പറയാനുള്ളത് അത് ഇന്ന് പകലിൽ എന്നോട് പറയണം. റഗൽക്കമന സന്ധരാധര. അല്ല, എൻ്റെ മണവാളൻ എന്നോട് പറയാനുള്ളത് എന്താണോ അത് ഇന്ന് പകലിൽ എന്നോട് പറയണം. ഹല്ലേലൂയ. അവന്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. റീകബ സന്ധരാധര, ദുരൽകമന ശാന്തുരാധര, ദിഗൽകമന സന്ധരാധര, ദുരാബല ശാന്തുരാധര, ദിഗൽകമന സന്ധുരാധര. ഒരു വായ് പോലും ഇന്ന് പകലിൽ ഇവിടെ പൂട്ടിയിരിക്കരുത്. എല്ലാ നാമങ്ങളും അല്പസമയങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ അവനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്റൻഷനലായിട്ട് അവനെ ഒന്ന് റിസീവ് ചെയ്താട്ടെ. ഇന്റൻഷനലായിട്ട് അവനെ ഒന്ന് റിസീവ് ചെയ്താട്ടെ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനേ നീ മതിയേ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. എൻ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾക്കരികെ. എൻ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾക്കരികെ. ഉള്ള പ്രാവിൻ കണ്ണ് നന്നായി പാലിൽ കഴുകിയതാ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി. ഹോറഖമന ശാഖരാധന, ദുരാമന സാന്തൽകമന വൈഷപ്രവാദന, ദുരബല സാധരാധന, ദിഗൽകമന ശാധര. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത
മതിയേ. കണ്ടാൽ കൊതി തീരാൻ വയ്യാത്ത, എത്ര കണ്ടാലും മതി വരാത്ത പ്രിയൻ പറയാൻ തുടങ്ങുന്ന വാക്കുകൾ. ഇനി ശ്രദ്ധിച്ചോ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ. ആരെങ്കിലും ശബ്ദമുയർത്തി പെട്ടെന്ന് വായിച്ച് സഹായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ. ആ ആ ആ ആ ഇനി ഞാൻ പറഞ്ഞു വിടാം കേട്ടോ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. നാം പറഞ്ഞു വരുന്നത് 5-ാമത്തെ സഭയിലോട്ട് എത്തുക. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. നമുക്കറിയാം ഈ പുസ്തകങ്ങൾ, ഈ സഭയ്ക്ക് ദൂതുകൾ എഴുതി വരുമ്പോൾ എല്ലാം ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് കാണാൻ പറ്റുമായിരുന്നു. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, പിന്നെ പറയുന്നത് ഒരു കുറ്റം പറയും, പിന്നെ അതെങ്ങനെ റെഡിയാക്കാമെന്ന് പറയും, പിന്നെ അവർക്ക് റിവാർഡ് കൊടുക്കും. ഈ ആയിരുന്നു പാറ്റേൺ. പക്ഷേ ഇതിനകത്ത് ആ ഒരു പാറ്റേൺ ഇല്ല. ഇത്രയേ ഉള്ളൂ. നല്ല ഗുണങ്ങളൊന്നും അതിനകത്ത് പറയാനില്ലാഞ്ഞുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് അപ്രീസിയേഷൻ ഒന്നും ആദ്യം കാണുന്നില്ല. നേരെ അങ്ങോട്ട് തുടങ്ങുന്നത് സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് തുടങ്ങുക. എന്നാൽ ഈ പാസേജ് മനസ്സിലാകണമെങ്കിൽ ഈ സർദീസ് എന്താണ്, അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് 1-2 വാക്കുകൾ കൊണ്ട് പറഞ്ഞെങ്കിലേ ഈ പറയുന്ന ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഒന്നുകൂടി എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാമോ, ഒരു നേഴ്സുമാർക്ക് ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ അവിടെ പറയുന്ന എക്സാമ്പിൾ എന്തായിരിക്കും? IV ഇൻഫ്യൂഷനെ കുറിച്ചോ അല്ലെ അതിരോസ്ക്ലറോസിസിനെ കുറിച്ചോ അങ്ങനെ പറയുന്നത് മെഡിക്കൽ ടെർമിനോളജീസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ഇനി വണ്ടി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡുമായിട്ട് ആളുകളെ സംസാരിക്കുവാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ടെർമിനോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി പാസ്റ്റേഴ്സ് തമ്മിൽ സംസാരിക്കുവാണെങ്കിൽ ബൈബിൾ റിലേറ്റഡ് കൊട്ടേഷൻസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇനി ഒരു കാനഡ എന്ന രാജ്യത്തിൽ ഇവിടുത്തെ ഒരു പൗരനെ അഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ PR അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ടെക്സ്റ്റിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആരെയാണോ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ആ ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചായിരിക്കും ആ ടെക്സ്റ്റ് പറയുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യനോട് അതിരോസ്ക്ലറോസിസ് എംബോളിസം ഒക്കെ നിങ്ങളുടെ തലയിലുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നാ മനസ്സിലാകാനാ? ഒന്നും മനസ്സിലാകില്ല. അതേസമയം അവർക്ക് സിമ്പിളായിട്ട് അവരുടെ ലാംഗ്വേജിൽ അത് പറഞ്ഞു കൊടുത്താലേ കാര്യം മനസ്സിലാകത്തുള്ളൂ. അപ്പം ഓരോ സഭകളോടും അവരുടെ സഭയുടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടാണ് അവർക്കുള്ള മെസ്സേജ് കൊടുക്കുന്നത്. വ്യക്തമാക്കി തരാം. സർദീസ് ഈ സഭ അല്ലെങ്കിൽ ഈ സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ട്രേഡിംഗ് സെൻ്ററാണ്. ഭയങ്കര പണമുള്ള ഒരു ട്രേഡിംഗ് സെൻ്ററാണ് ആയിരുന്നു സർദീസ്. ഇന്നത്തെ കാലത്തെ ന്യൂയോർക്ക് പോലെ, ദുബായ് പോലെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോലെ അത്ര വെൽത്തി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു സർദീസ്. ഇനി ഈ ലിഡിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, ഇപ്പം രാജ്യമില്ല, ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് സർദീസ്. ഇനി സർദീസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പട്ടണം ചുറ്റും 3 സൈഡിലും പർവ്വത നിരകളാണ്, എന്ന് വെച്ചാൽ ക്ലിഫ്സാ 3 സൈഡിലും. പിന്നെ ഫ്രണ്ടിൽ വലിയ മതിൽ പണിത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ശത്രു എത്ര ശ്രമിച്ചാലും ഇതിനകത്ത് കയറാൻ പറ്റൂല. 3 സൈഡിലും ക്ലിഫ്സ് ഉണ്ട്, കുന്നുകളുണ്ട്, പിന്നെ ഫ്രണ്ടിൽ മതിലുമുണ്ട്. ഇനി എത്ര ശ്രമിച്ചാലും ഒരു ശത്രുവിനും അതിനകത്ത് കയറാൻ പറ്റൂല. ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ് സർദീസ്. 2, ഇത് സ്ഥിതി ചെയ്യുന്നത് ഹെർമസ് റിവറിൻ്റെ ബാങ്കിലാണ്. എന്ന് വെച്ചാൽ ഹെർമസ് റിവറിൻ്റെ അടുത്താണ് ഈ സ്ഥലം സർദീസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ഫെർട്ടൈലാണ് സ്ഥലം, ഭയങ്കര ഫലപുഷ്ടമാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ, ഇഷ്ടംപോലെ കൃഷിയൊക്കെ നടക്കും, ഭയങ്കര ഫെർട്ടൈലാണ്. 2, 3 ഭയങ്കര പൈസയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൂടെ ഒഴുകുന്ന നദിക്കയുടെ ഫ്രണ്ടിൽ ഖനികളുണ്ട്, സ്വർണ്ണ ഖനിയുണ്ട്. അപ്പോൾ ഈ നദിക്കകത്തൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ സ്വർണം ഒഴുകി വരും അതിനകത്തൂടെ. അത് അരിച്ചെടുത്തിട്ട് അവർ വിൽപ്പന നടത്തിയിരുന്നു. ഭയങ്കര വെൽത്താണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസാണ്, ഫെർട്ടൈലായിട്ടുള്ള ലാൻഡാണ്, പൈസയ്ക്ക് യാതൊരു കുറവില്ല, വെൽത്ത് ഉണ്ട്. അങ്ങനെ ഭയങ്കര എടുത്ത് പറയത്തക്ക പേരുള്ളൊരു സ്ഥലമാണ് എന്ത്? സർദീസ്. മറ്റൊരു കാര്യം കൂടെ പറയാം. ലോകത്തിലെ ആദ്യത്തെ ഡൈ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഡൈ ചെയ്യത്തില്ലേ, കളർ ചെയ്തെടുക്കത്തില്ലേ, ആ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് സർദീസിലാണ്. അപ്പം സ്ഥലം അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല, സ്ഥലം വളരെ അടിപൊളി സ്ഥലമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ആ സ്ഥലത്തോട്, ആ സഭയോട് ഇനി അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ചില ദൂതുകൾ പറയാനുണ്ട്. ഇനി ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങളോട് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. ദൈവത്തോട് പറയുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നതും. എന്താ ഈ 7 ആത്മാവ്? 7 ആത്മാവുണ്ടോ?
വളരെ സിമ്പിളാക്കി പറഞ്ഞുതരാം. 7 ആത്മാവില്ല, ഒരാത്മാവേ ഉള്ളൂ. പക്ഷെങ്കിൽ 7-fold manifestations of spirit, 7-fold ministry of the spirit, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ 7-fold മിനിസ്ട്രിയാണ് ആ 7 ആത്മാവ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ യെശയ്യാവിൻ്റെ പ്രവചനം 11:2 അത് കാണുന്നുണ്ട്, വായിക്കേണ്ട. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്. അപ്പം ഒരു ആത്മാവേ ഉള്ളൂ. ഈ ആത്മാവിന് എന്തുണ്ട്? ഡിഫറെൻറ്റ് മിനിസ്ട്രി ഉണ്ട്, ഡിഫറെൻറ്റ് ശുശ്രൂഷയുണ്ട്. അപ്പം ദൈവത്തിൻ്റെ 7 ആത്മാവ് കരങ്ങളിലുള്ളവൻ പറയുന്ന ഒരു ദൂത ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. അല്ല, ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ ഔദാര്യം കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കും, കുഞ്ഞെ നിനക്ക് കാര്യങ്ങൾ ചെയ്യാൻ വലിയ പ്രാപ്തിയൊന്നുമില്ലേ, നിനക്ക് വലിയ വിവേകമൊന്നുമില്ലേ, വലിയ ബുദ്ധിയൊന്നുമില്ലേ, നീ പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, നിനക്ക് അത് തരുവാൻ ദൈവ ശക്തനാ. ഓ ശന്തല ദിഗൽക്കമന, അതിന് സന്തോഷ് ബ്രഹ്മി കഴിക്കണ്ട, അതിന് യാതൊരു ട്രീറ്റ്മെന്റ് എടുക്കണ്ട, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. വൈശപ്രഭാതന ചിലർ പറയുന്നില്ലേ, എനിക്ക് കഴിവൊന്നുമില്ല, അല്ലെ എനിക്ക് വലിയ യോഗ്യതകളൊന്നുമില്ല. നിനക്കൊരു യോഗ്യത വേണ്ട, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വിസ്ഡം എന്നറിയാമോ? അല്ലെ, കുറെ ജ്ഞാനം നമ്മുടെ തലയിൽ കയറിയത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ്. അത് വിസ്ഡം. മനസ്സിലാകുന്നുണ്ടോ? അതൊരു വലിയ ക്വാളിറ്റിയാണ്. നമുക്ക് ഒത്തിരി അറിവുണ്ട്, പക്ഷേ അത് എപ്പോൾ പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം, അത് അറിയണമെങ്കിൽ അതിനൊരു വിസ്ഡം വേണം. അപ്പം ഇതൊക്കെ ആര് തരുന്നതാ? ഇത് ഒരു സ്കൂളിലും പോയാൽ കിട്ടൂല, ഇത് ഒരു എക്സ്പീരിയൻസും കൊണ്ടും കിട്ടത്തില്ല. ഇത് ദൈവത്തിൽ നിന്ന് ചോദിച്ച് പ്രാപിക്കണം. അങ്ങനെയുള്ള ആത്മാവ് പറയുകയാ, 7 നക്ഷത്രം കയ്യിലുള്ളൂ. 7 നക്ഷത്രം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഷിക്തന്മാർ പറഞ്ഞു. 7 നക്ഷത്രം സഭയുടെ ശുശ്രൂഷകന്മാർ, ദൂതന്മാർ. അവരെ ദൈവം കരങ്ങളിൽ വഹിച്ചിരിക്കും. അവർക്ക് പ്രത്യേക ഫേവറുണ്ട്. ദൈവം അവരെ കരങ്ങളിൽ വഹിച്ചിരിക്കുക. താഴെ വെക്കാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരെ ദൈവം കരങ്ങളിൽ വെച്ചിരിക്കുക. അങ്ങനെ ഉള്ളവൻ പറയുന്നൊരു ദൂത. ആദ്യത്തെ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയിക്കുക. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ you have the reputation of being alive but you are dead. ഞാൻ എൻ്റെ കോർ സന്ദേശത്തിലോട്ട് കയറും. ഇനി ശ്രദ്ധിക്കണേ. ഇവിടെ you have the reputation of being alive but you are dead. എന്ത് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ, മൈക്രോസോഫ്റ്റ് എന്നുള്ള കമ്പനി നിങ്ങളുടെ മനസ്സിലോട്ട് ആ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഓക്കെ, ആപ്പിൾ നല്ലൊരു പേരുണ്ട്. നോക്കിയ എന്ന് കേൾക്കുമ്പം എന്താ നിങ്ങളുടെ മനസ്സിൽ വരുന്നേ? ഒന്ന് പറഞ്ഞ് സഹായിച്ചേട്ടെ. പണ്ടത്തെ, ഇപ്പോൾ ഉണ്ടോ? പണ്ട് നോക്കിയ, അതിനെയാണ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആളുകൾ ഒരാളെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനെ പറയുന്ന പേരാ റെപ്യൂട്ടേഷൻ. അത് ഐദർ റിയാലിറ്റി ആയിരിക്കാം, കള്ളായിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അത് ശരിയാവണമെന്നില്ല. ഇപ്പം എനിക്കറിയത്തില്ല എങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു പിടിപ്പിക്കണമെന്ന്. നമ്മളൊരു സഭയെക്കുറിച്ച് കേൾക്കുമ്പം എനിക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന സഭയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു സംഭവമാണ്. അതെന്താ? ആ പേരിനകത്തുള്ള റെപ്യൂട്ടേഷനാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം റെപ്യൂട്ടേഷൻ ഉണ്ട്, പക്ഷെ എന്നാ പ്രശ്നം? യു ഹാവ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ബീങ് അലൈവ്. ജീവനുണ്ടോന്ന് കുഞ്ഞ് നിനക്ക് പേരുണ്ട്, പക്ഷെ സത്യം പറഞ്ഞ എന്താ? മരിച്ചിരിക്കുക. യു ആർ ഡെഡ്. ഇത് പറയുന്ന ആരാ? ദൈവത്തിൻ്റെ 7 ആത്മാവ് കൊണ്ട് വിവേചിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുക. അപ്പം പറയുന്നത് കള്ളല്ല. ദൈവം സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സകലവും കാണുന്ന ദൈവം നോക്കിയിട്ട് പറയുക, യു ഹാവ് ദ റെപ്യൂട്ടേഷൻ, യു ആർ സ്പിരിച്വൽ. ഞാൻ ആത്മീകനാണെന്ന് പുറം ലോകം എന്നെ നോക്കുമ്പോൾ നല്ല ലേബൽ തരാം, പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് യു ആർ നോട്ട് അലൈവ്, യു ആർ ഡെഡ്. അതത്ര ഈസി, അത്ര നല്ലതല്ല. ആമേൻ, സ്തോത്രം. എല്ലാ മിനിസ്ട്രിയിലും ഞാൻ ഇൻവോൾവ്, സത്യവാ, പക്ഷേ യു ആർ ഡെഡ്. പരിശുദ്ധാത്മാവിടെ തുടക്കത്തിലെ വാണിംഗ് കൊടുക്കുക, കുഞ്ഞ് നിനക്ക് റെപ്യൂട്ടേഷൻ ആണ് വേണ്ടത്, അത് പരിശുദ്ധാത്മാവിന്റെ അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. പേരെടുത്ത് പറയുന്ന എത്രയോ അഭിഷിക്തന്മാർ ലേവലിലുണ്ട്, പക്ഷെ അവരുടെ ശുശ്രൂഷ എന്നേ പോയി. ശന്തന ഒരു കാലത്ത് തീ പന്തമായിട്ട് നിന്ന അഭിഷിക്തന്മാർ ഇന്ന് അവരുടെ പേരുണ്ട്, പക്ഷെ അവർ ശുശ്രൂഷയിലില്ല. നമ്മുടെ ഇവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല. ഒരു ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്താലും കുറെ നേരം ഇങ്ങനെ അത് കറങ്ങും. അതാ നേരത്തെ ഉണ്ടായിരുന്ന ആ മൊമെന്റം കൊണ്ട് കറങ്ങുന്നതാ. അതാ ഓടിയ സ്പീഡിൽ അങ്ങ് കറങ്ങിപ്പോയതാ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിൽക്കും, കാരണം അത് ഓഫാ. പരിശുദ്ധാത്മാവ് അവിടെ പറയാ,
കുഞ്ഞെ നിനക്ക് റെപ്യൂട്ടേഷൻ ഉണ്ട്, നീ സ്പിരിച്വലാ, നീ പെന്തക്കോസ്താ, അല്ലെങ്കിൽ നീ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, നീ സംഭവങ്ങളൊക്കെ ഒക്കെ ശരിയാ, പക്ഷെ ദൈവാത്മാവ് പറയുന്നത് നീ മരിച്ചിരിക്കുക. ഇനി എന്താ മരിച്ചതെന്ന് പറഞ്ഞാൽ വാട്ട്സ് മീൻ ബൈ ഡെഡ്? എന്താ മരിച്ചതെന്ന് പറഞ്ഞാൽ? മരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചത്തുപോയെന്നുള്ളതല്ല എവിടെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ചെറുക്കൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡാഡി എനിക്കുള്ള അങ്ങ് തരാം, ഏതായാലും എനിക്കിനി കുറേ നാൾ, ഇത്ര നാൾ ഇവിടെ അല്ലേ ജീവിച്ചേ, ഇനി ഞാനങ്ങ് പോവാ, എനിക്കൊന്ന് കുറച്ച് അടിച്ചു പൊളിക്കണം, ഇത്രയും നാൾ നിന്നെയൊക്കെ സേവിച്ച് നിന്നു, എല്ലാം നന്നേരം ഞാൻ പോവാ. ഇതേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അടിച്ചു വിളിച്ച് സാധനമെല്ലാം മേടിച്ച് പോയി. അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് സംഭവം എല്ലാം തീർന്ന്, പൈസ എല്ലാം തീർന്ന്, കാരണം ഇൻകം ഒന്നുമില്ല, എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. പോയിട്ട് ലാസ്റ്റ് ഈ വിശപ്പ് കൊണ്ട് ചാകാൻ തുടങ്ങിയപ്പം വിചാരിച്ചു എങ്ങനെയെങ്കിലും തിരിച്ച് അപ്പൻ്റെ അടുത്തോട്ട് പോവാം. അപ്പൻ്റെ അടുത്തോട്ട് പോയപ്പം അപ്പൻ നോക്കി അവിടെ ഇരിക്കുക. അപ്പന് ഉറക്കം വരുന്നില്ല, കാരണം മോനല്ലേ. അപ്പന് വേണേ അന്വേഷിച്ച് പോകാമായിരുന്നു, നല്ല കാശുള്ള അപ്പനാ അല്ലേ, സത്യമല്ലേ, നല്ല കാശുള്ള അപ്പനാ. തടിപ്പിച്ച് കാളക്കുട്ടി അറുക്കാം, മോതിരം ഇടിക്കാം, ഡ്രസ്സ് പുതിയത് കൊടുക്കാം, അങ്ങനെയൊക്കെ കഴിയുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ മോൻ എവിടാന്ന്. പക്ഷെ ആളെ വിട്ടില്ല. അപ്പനവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇവൻ വരുമോ? വരുവാണെങ്കിൽ ഏത് നിമിഷവും ചേർക്കാം, തിരിച്ചു വന്നാൽ ഏത് മൊമെന്റിലും ചേർക്കും, ഉമ്മ തരും, കൈക്ക് പുതിയ മോതിരം തരാം, കാലിന് ചെരുപ്പിടിക്കാം. ഈ മാനെ കണ്ടപ്പം അപ്പൻ ഓടി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെല്ലാം വാ, ഈ എൻ്റെ മോൻ എന്താ പറഞ്ഞത്, ഇറങ്ങിപ്പോയവനായിരുന്നെന്നാണോ? ഈ എൻ്റെ മോൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി എന്താ മരിച്ചതെന്ന് പറഞ്ഞാൽ? മരിച്ചെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അപ്പനുമായിട്ടൊരു ബന്ധമില്ല. മകൻ ജീവനോടുണ്ട്, സത്യമാ, പക്ഷെ അപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ എവിടെയോ ഉണ്ട്, സത്യമാ. കുഞ്ഞ്, നീ സഭയ്ക്കകത്ത് എവിടൊക്കെയോ ഉണ്ട്, നീ ഇതിനകത്ത് എവിടൊക്കെയോ ഉണ്ട്, പക്ഷെ നിന്റെ അപ്പനുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടോ? പരിശുദ്ധാത്മാവുമായിട്ട് ഇന്ന് പകൽ നിനക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നീ ഇതിനകത്ത് അല്ലെ കസാരക്കൊരു വെയിറ്റായിട്ട് ഇരിപ്പുണ്ടായിരിക്കാം, പക്ഷെ നിനക്ക് ഉള്ളിൽ ജീവനുണ്ടോ? ശാന്തരാധന ദുരാബല സന്തൽക്കമന വൈഷപ്രവാദന ദുരബല സന്തരാധന. അതാ മരിച്ചവനായിരുന്നു അവിടെ പറയുന്നത്. സഭയ്ക്ക് നല്ല ലേബലുണ്ട്, സത്യമാ, പക്ഷെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുന്നുണ്ടോ? Are you alive? ശാന്തരാധന ദുരാബല സന്തര ദിഗൽക്കമന ഷൈഡകൽക്കമന ശതുരാധന. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? ആ വിട്ടുപോയനാ, അകന്ന് നിൽക്കുക. സത്യം പറഞ്ഞ അപ്പന് ആഗ്രഹമുണ്ട്, ഒന്ന് വാ, വന്നാൽ നിന്നെ ചേർക്കാം. കുഞ്ഞേ, ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കറിയാം നീ അകന്നു പോയിരിക്കുവാന്ന്, നിനക്ക് നല്ലതുപോലെ അറിയാം നീ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് പോയിരിക്കുക. നിനക്ക് ആ പഴയ ഇൻറ്റിമസിയിൽ നിനക്ക് നല്ലതുപോലെ അറിയാം. സഭയിൽ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്, മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയിരിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്, പക്ഷെ നല്ലതുപോലെ അറിയാം നിനക്ക് അപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. പരിശുദ്ധാത്മാവ് ഇന്ന് പകല് അവൻ്റെ സ്നേഹത്തിൽ അല്ലെ മണവാട്ടിയോട് പറയുക, ഹല്ലേലൂയ സ്തോത്ര, അല്ലെ അവൻ്റെ മണവാട്ടിയോട് പറയുക, നീ ഒന്ന് വാ, ഞാൻ നിന്നെ ചേർക്കാൻ റെഡിയാ. ഷടകൽക്കമന സാധുര ദിഗൽക്കമന സന്തരാധന ദിഗൽക്കമന. നീ തിരിച്ചു വന്നാൽ ഇനിയും നിനക്ക് ചാൻസ് ഉണ്ട്. കുഞ്ഞെ, നിനക്ക് ശുശ്രൂഷ പോയോ? ഇനിയും നിനക്ക് സമയമുണ്ട്, തിരിച്ചു വാ. ഉടാലക സന്തര ദിഗൽക്കമന ശതുരാധന. നിന്നെ അവിടെ കണ്ടം ചെയ്യുവല്ല, അവനോട് പറയുക, നീ ഒന്ന് തിരിച്ചു വാ. ശാന്തരാധന. തിമത്തിയോസിന് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളാക്കും, വമ്പ് പറയുന്നവരായിരിക്കും, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരായിരിക്കും. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭക്തിക്ക് അതിനൊരു ശക്തിയുണ്ട്. അല്ലെ, ചിലർക്ക് ഹോളി സ്പിരിറ്റിനെ വേണ്ട, ചിലർക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട, ചിലർക്ക് അന്യഭാഷ വേണ്ട, ചിലർക്ക് അഭിഷേകം വേണ്ട, ചിലർക്ക് ദൈവിക ശുശ്രൂഷകൾ വേണ്ട, ചിലർക്ക് ദൈവിക നിയോഗങ്ങൾ വേണ്ട. അല്ലെ, ചിലർക്ക് ഹല്ലേലൂയ സ്തോത്രം ഇതിനകത്തൊന്നും വലിയ താല്പര്യമില്ല. ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെ അതിന്റെ ശക്തിയില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് പറയുക, ഹല്ലേലൂയ, ഇത് അന്ത്യനാൾ നാഴികയിലെ ഹല്ലേലൂയ അവന്റെ ഒരു സൈന്യം. ഷടകൽക്കമന സത്തുരാധന ദിഗൽക്കമന. അവൻ ചിലരെ തിരികെ വിളിക്കുകയോ. ജീസസ്, ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ലാത്ത സഭ ഹല്ലേലൂയ ചത്ത സഭയാ. പേരുണ്ട്, ബട്ട് യു ആർ ഡെഡ്. നീ മരിച്ചതാ.
യശയാപ്രവാചകൻ എഴുതി വെച്ചു, ഈ ജനം വായ് കൊണ്ട് എന്നെ, അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കും, പക്ഷേ തങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെ തകറ്റി വെച്ചിട്ട്. ഇങ്ങനെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കാതെ പെട്ടെന്ന് പറയുന്നൊരു കാര്യം. വായ് കൊണ്ട് ഭയങ്കര ബഹുമാനമൊക്കെയാ, പക്ഷെ ലിറ്ററലി റിയലി നീ മരിച്ചിരിക്കുക. ഇതൊരു കോളിംഗ് ബാക്ക്. ദിസ് ഇസ് എ കോൾ ബാക്ക്. അവൻ വരുന്നതിന് മുന്നേ നിന്നെ വിളിക്കുക. കുഞ്ഞെ, നിന്നെ എല്ലാവരുടെ മുന്നേ അപമാനിക്കാനും നാണം കെടുത്താനും ഒന്നുമല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അവൻ സ്നേഹിക്കുന്ന അപ്പനാ. എത്രയൊക്കെ പറഞ്ഞാലും അപ്പൻ തന്നെയാ, നീ മകൻ തന്നെയാ. പക്ഷേ ക്യാൻ യു കം ബാക്ക്? ഒന്ന് തിരിച്ചു വരാമോ? ഞാൻ പറഞ്ഞത് എല്ലാവരോടും പറയുന്നതല്ല, ചിലരോട് സ്പെസിഫിക് ആയിട്ട് പറയുക. സ്റ്റിൽ യു ഹാവ് ചാൻസ്. നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാകാം, സത്യ വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം, അല്ലെ പണ്ടുണ്ടായിരുന്ന സ്പിരിച്വാലിറ്റി ഒന്നും കാണത്തില്ല. പക്ഷേ ക്യാൻ യു കം ബാക്ക്? എൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ജീവനുള്ള നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനായിരുന്നു. അടുത്ത് പറയുന്ന ദൂതൻ എന്താണെന്നറിയോ? അടുത്ത വാക്യം എന്നിട്ടാ, ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കും. എന്താ ഇവരോട് ഉണരാൻ പറഞ്ഞത്? എന്തിനാ ഇവരോട് ഉണരാൻ പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇന്ന് കൈ ഉയർത്തി. ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, കുറച്ചും കൂടെ പ്രസംഗിക്കാം. എനിക്കറിയാം എൻ്റെ സമയം തീർന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ എൻ്റെ മെസ്സേജ് എങ്ങും എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു തീർക്കാൻ ഇങ്ങനെ ശ്രമിക്കുക. ഇന്ന് എന്നോട് ക്ഷമിക്കണം. ഉണർന്നു കൊള്ളുക. എന്തിനാ ഉണരാൻ പറഞ്ഞെന്നറിയോ? ഉണരാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞിരുന്നു, ഈ പട്ടണത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിലൊന്ന് പറഞ്ഞായിരുന്നു. 3 ക്ലിഫുണ്ട്, മലകളുണ്ട്, ഫ്രണ്ടിൽ ഒരു മതിലുണ്ട്. സെക്യൂർഡായിട്ടുള്ള പ്ലേസ് ആയിരുന്നു ഇത്. പക്ഷെങ്കിൽ ഏകദേശം BC 567 ഏകദേശം ആ സമയം. ഈ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കേണ്ട, അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട. പക്ഷേ ഞാനത് പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഒരു രാജാവ് ഇവർക്ക് നേരെ വന്നു. പേര് കോരശ്. ബൈബിളിലുള്ള ആളാട്ടോ കോരശ്. സൈറസ്, പെർഷ്യൻ രാജാവ് വന്നിട്ട് ഈ പട്ടണത്തെ വളഞ്ഞു. കാരണം നല്ല വെൽത്തി ആയിട്ടുള്ള സ്ഥലം, പ്രോസ്പെറസ് ആയിട്ടുള്ള സ്ഥലം, ഫെർട്ടൈലായിട്ടുള്ള സ്ഥലം. ഇതിനെ പിടിച്ചാൽ നല്ലതാ. ചുറ്റും വന്ന് വളഞ്ഞു. 14 ദിവസം ചുറ്റും നോക്കി, ഒരു രക്ഷയില്ല. ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വലിയ മലകൾ നിൽക്കുക, ഫ്രണ്ടിൽ വലിയ മതിലുണ്ട്. ഇതിനകത്ത് കയറാൻ യാതൊരു മാർഗവും ഇല്ല. അരിച്ചു പറക്കി നോക്കി, ഒരു മാർഗവും ഇല്ല. ഇവരങ്ങനെ ഇവിടെ പാർക്കുമ്പോൾ ഒരു ദിവസം, ഒരു രാത്രി ഇവർ കണ്ട കാഴ്ച, ഇത് കുന്നായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കാവൽക്കാരനുണ്ട്. കാവൽക്കാരൻ അതിൻ്റെ മുകളിൽ ഇത്രയും പൊക്കത്തിലായതുകൊണ്ട് ശത്രു വരുന്നത് ദൂരെ നിന്ന് കാണാം. ഇവർ പതുങ്ങിയിരിക്കുമ്പോൾ കുറച്ചു നേരം ഈ കാവൽക്കാരൻ നടക്കുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാവൽക്കാരനെ കാണുന്നില്ല. കാവൽക്കാരൻ്റെ തലയിരുന്ന് തൊപ്പി മറിഞ്ഞ് താഴെ പോകുന്നത് കണ്ടു. ചരിത്രമാണ് നടന്ന സംഭവം. ഈ തൊപ്പി മറിഞ്ഞ് താഴെ പോയി, എന്ന് വെച്ചാൽ മതിലിന് വെളിയിൽ പോയി. ഇത് ഇവർ കണ്ടു, ഈ ശത്രു കണ്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഇതേ തൊപ്പി ഈ കാവൽക്കാരൻ്റെ തലയിൽ ഇരിപ്പുണ്ട്. പക്ഷെ വാതിൽ തുറന്നിട്ടില്ല. അപ്പൊ ഇവർക്ക് മനസ്സിലായി, എവിടോ ഒരു രഹസ്യത്തിലൊരു വാതിലുണ്ട്, ഇതിനകത്ത് കയറാനൊരു വാതിലുണ്ട്. ഈ മെയിൻ എൻട്രൻസ് അല്ലാതെ ഇതിൻ്റെ താഴെ എവിടെയോ ഒരു വാതിലുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് ഈ ശത്രു സൈന്യം മുഴുവൻ ഇതിനകത്തൂടെ അകത്ത് കയറി ആ പട്ടണത്തെ കൈവശമാക്കി. ഏകദേശം BC 567 നടന്ന കാര്യമാണ്. കോരശ് എന്ന് പറയുന്ന രാജാവ് ഇവരെ കൈവശമാക്കി, ഈ പട്ടണത്തെ പിടിച്ചു. എന്താ പറ്റിയെന്നറിയുമോ? ഇതിൻ്റെ മേളിലിരുന്ന കാവൽക്കാരൻ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. അതിന് മേളിലിരുന്ന കാവൽക്കാരൻ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഈ തൊപ്പി തലേന്ന് താഴെ പോയത്. ആ താഴെ പോയ തക്കം നോക്കി ശത്രുവിന് ഒരു വാതിലായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം? ഇതെങ്ങനെ ഇവർക്ക് ഈ തൊപ്പി തിരിച്ചു കിട്ടി? നോക്കിക്കേ, എന്ത് മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ശത്രു ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. 14 ദിവസം രാവും പകലും മിനിറ്റ് വിടാതെ അവർ നോക്കിയിരിക്കുക, എങ്ങനെ ഇതിനകത്ത് കയറാം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് പരിശുദ്ധാത്മാവ് സർദി സഭയോട് പറയുന്നത്, മോനെ ഉണർന്നു കൊള്ളുക. കാരണം ഒരുത്തൻ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് നിങ്ങളുടെ പട്ടണം അന്ന് പിടിക്കപ്പെട്ടു പോയത്. സോ ദിസ് ഈസ് എ വാണിംഗ്. ഇതൊരു വാണിംഗ്. നിങ്ങൾ അത് ഓർത്തോ. ഞാൻ മുമ്പേ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഓരോ ക്രൗഡിനെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാമായിരുന്നു. അപ്പം അവിടെ പറഞ്ഞത്, ഒരുത്തൻ അന്ന് അങ്ങനെ ഉറങ്ങിപ്പോയത് കൊണ്ട് നിങ്ങളുടെ പട്ടണം തകർക്കപ്പെട്ടു. കുഞ്ഞെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇന്ന് പകലിൽ ഉറങ്ങരുത്. നീ ഉണരണം. അതുകൊണ്ടാണല്ലോ പൗലോസ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഹല്ലേലൂയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുക. ബി വിജിലന്റ്, ബി വാച്ച്ഫുൾ.
വചനം പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയെ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. കുഞ്ഞെ, നമ്മളെ എങ്ങനെയെങ്കിലും ആത്മീകളിൽ നിന്ന് വീഴ്ച കളയാൻ, നമ്മളെ എങ്ങനെയെങ്കിലും ദൈവകൃപയിൽ നിന്ന് വീഴ്ച കളയാൻ അവൻ ചുറ്റും നോക്കി തക്കം പാർക്കുകയാണ്. സോ ബി വിജിലന്റ്, ബി വാച്ച്ഫുൾ. അതാണ് അവിടുത്തെ ദൂത്. മനസ്സിലായോ? ഉണരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുകൊണ്ട് കാര്യം തീർന്നില്ല. ഇതേ മിസ്റ്റേക്ക് അവർ പിന്നെ ഒന്നും കൂടെ കാണിച്ചു. ആ ഒരു തക്കം കൊണ്ട് അവർ പഠിച്ചില്ല. വീണ്ടും കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത രാജാവ് വന്നു, അലക്സാണ്ടർ ദ ഗ്രേറ്റ് വന്നു, ഈ പട്ടണം പിടിച്ചു. ഇതേ സംഭവം. പട്ടാളക്കാരൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാനുള്ള കാരണം എന്താണെന്നറിയാമോ? കാരണം അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, വലിയ മതിലുണ്ട് ചുറ്റും, ഫ്രണ്ട് ഗേറ്റ് ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വാച്ച്ഫുൾ ആയിട്ട് ഇരിക്കേണ്ടത്? പലപ്പോഴും നമ്മളുടെ സ്പിരിച്വൽ ലൈഫിൽ പറ്റുന്നൊരു കാര്യം, എല്ലാം ഓക്കെ, ശുശ്രൂഷയുണ്ട്, മിനിസ്ട്രി ഉണ്ട്, നോ പ്രോബ്ലം. അല്ല, ദൈവം നമുക്ക് എല്ലാ നന്മകളും തന്നിട്ടുണ്ട്, നോ പ്രോബ്ലം, എവറിത്തിങ് ഈസ് സെക്യൂർ, എല്ലാം ഓക്കെ ആയിട്ട് പോകുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അല്പം ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. നാം അല്പം വിജിലൻ്റ് ആകാതെ പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ശുശ്രൂഷയ്ക്ക് ഉണ്ടെന്നുള്ള സത്യമാണ്, അല്ല എല്ലാം ഉണ്ടെന്നുള്ള സത്യമാണ്, അല്ല എല്ലാ കൃപാവരങ്ങൾ ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ അവൻ നോക്കിയിരിക്കുക എങ്ങനെയെങ്കിലും നിന്നെ പിടിച്ച് താഴെ ഇട്ട് കളയുവാൻ. ഇത് മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ആരോടെങ്കിലുമൊക്കെ ഇടപെടുന്നുണ്ടോ? ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ? അവൻ നിന്നോട് പറയുക, ബി വിജിലന്റ്. ഉണരുക. എന്തിനകത്തുനിന്നൊക്കെ ഉണരണം എന്നറിയോ? എന്തിനാ ഉണരണ്ടെന്നറിയാമോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടാം. പൗലോസ് എഴുതിയ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഉണർന്നിരിക്കണം. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതൊക്കെ ഓരോ വിഷയങ്ങളും ഓരോ പ്രസംഗ വിഷയമാണ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുക്കലായിരിക്കുന്നതുകൊണ്ട് നാം ഉണർന്നിരിക്കുക. ദൈവസഭയുടെ ശത്രു ആയിരിക്കുന്ന പിശാചിന്റെ കെണിയിൽ വീണു പോകാതിരിക്കാൻ ഉണർന്നിരിക്കുക. വിശ്വാസികളുടെ ഏകാഗ്രതയ്ക്കും വിശുദ്ധ ജീവിതത്തിനും എതിരെ നിൽക്കുവാനുള്ള പരീക്ഷയിൽ നിന്ന് യേശു പറഞ്ഞ വാക്ക, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ട് നാം ഉണർന്നിരിക്കണം? ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ശത്രു ഇങ്ങനെ നമ്മളെ പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ തക്കം കാത്തിരിക്കുന്നത് കൊണ്ട് നാം ഉണർന്നിരിക്കണം. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ ഉണർന്നിരിക്കേണ്ട കാര്യം ഒത്തിരി ഇനിയുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് നിങ്ങൾ ഉണർന്നിരിക്കണം. മനുഷ്യപുത്രൻ വരുന്ന നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. പിന്നെ നമുക്കറിയാം 10 കന്യകമാരുടെ കഥ. ഉറങ്ങിപ്പോയവർ, എണ്ണ തീർന്നു പോയവർ ഉറങ്ങിപ്പോയി. എന്നോട് പറയാ, മോനെ, ബി വിജിലന്റ്, ഉണർന്നിരിക്കുക. മറ്റൊരു കാര്യം കൂടെ പറയാം, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അവിടെ പ്രവൃത്തി ഇല്ലെന്നല്ല പറഞ്ഞത്, നീ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറ്റിയത്? കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ആ ടേബിളും ഉണ്ട്, ഇവിടുത്തെ ടേബിളും ഉണ്ട്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. തൂത് പൂർണ്ണതയില്ല. ഇത് സ്പിരിച്വലാണോ എന്ന് ചോദിച്ചാൽ ആണോ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതും ഇതും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതുകൊണ്ട് പ്ലീസ് കം ബാക്ക്. അടുത്ത് അവർക്ക് കൊടുക്കുന്നൊരു വാണിംഗ്. അതുകൊണ്ട് എന്താ അടുത്ത വാക്യത്തിൽ പറയുന്നേ? ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊണ്ട് മാനസാന്തരപ്പെടും. ദാറ്റ് ഈസ് എ മെസ്സേജ്. നിന്നെ പിടിച്ച് എനിക്ക് നശിപ്പിക്കാനല്ല താല്പര്യം. കം ബാക്ക്, ഒന്ന് തിരിച്ചോ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്നറിയാം? അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. അതൊരു വാണിംഗ്. നിങ്ങളുടെ പപ്പായും മമ്മിയും, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന കാര്യം, വീട്ടിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നടന്ന് അപ്പനും പോകാൻ നേരത്ത് പറയും, ടി വി ഒന്നും കാണരുത്, എല്ലാം അടച്ചു വെച്ചേക്കണം, റിമോട്ടെല്ലാം മാറ്റി വെച്ചിട്ട് പോകും. എന്നാൽ അപ്പം പോകുന്ന തൊട്ട് പുറകെ റിമോട്ട് എടുക്കും, ഇത് കാണും, ഇങ്ങനെ ഇരുന്ന് കണ്ട് മണിക്കൂറുകൾ കണ്ട് ടി വി ചൂടാവും. അപ്പോഴായിരിക്കും വെളിയിൽ അപ്പൻ്റെ സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് ഓടിക്കുന്ന റിമോട്ടെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, അല്ലെങ്കിൽ തുണിയൊക്കെ ഇട്ട് നനഞ്ഞ തുണിയൊക്കെ വെച്ച് ടി വിയൊക്കെ തൂത്ത് തുടച്ചെല്ലാം വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കും. ആരാ പേടിക്കുന്നത്?
അപ്പം വരുമ്പോൾ പേടിക്കുന്നത് എന്തിനാ? എന്തോ കള്ളത്തരം കാണിച്ചിട്ടല്ലേ പേടി വരുന്നത്. ഇനി അപ്പം കള്ളനെ പോലെ വന്നാലും പതി വന്നാലും ഫ്രെയിം ഡോറിൽ കൂടെ കയറിയാലും ഇനിയും പര പൊളിച്ച് താഴോട്ട് ഇറങ്ങിയാലും എൻ്റെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം എൻ്റെ അപ്പനല്ലേ വരുന്നത്, ഞാനെന്തിനാ പേടിക്കുന്നത്? അതേസമയം എന്തെങ്കിലും വികൃതി കാണിച്ചിട്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടി വരും. പരിശുദ്ധമ്മ അവിടെ പറയുക, ഞാൻ കള്ളനെ പോലെ വരും. നീ ഉണർന്നിരിക്കുവാണെങ്കിൽ നിനക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുവാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒന്നും കുറവ് പറയാനില്ലെങ്കിൽ, you don't have to worry about anything. എനിക്ക് ദൈവസ്ഥാനത്തിൽ പ്രാഗൽഭ്യമുണ്ട്. ഇനി എത്ര കടുകട്ടി പ്രസംഗമാണേലും, ഇനി എത്ര കറക്ഷൻ മെസ്സേജ് ആണെങ്കിലും എൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല. ഞാൻ എന്തിനു പേടിക്കുന്നേ? കാരണം എനിക്ക് ദൈവസ്ഥാനത്തിൽ പ്രാഗൽഭ്യം ഉണ്ടല്ലോ. പക്ഷെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിലാണ് കള്ളനെ പോലെ വന്നാൽ എനിക്ക് പേടിക്കേണ്ടി വരുന്നത്. എൻ്റെ സന്ദേശം ഓടിച്ച് അവസാനിപ്പിക്കാൻ പോകാം. പക്ഷെ അവസാനം ഒരു ഡിസേൺമെന്റ് പറയാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എവിടുണ്ട്? സർദീസിലുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അവിടെ ഉടുപ്പിനെ കുറിച്ച് പറയുന്നത്? എന്താ അവിടെ ഉടുപ്പിനെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞായിരുന്നു. സർദീസ് ലോകത്തിലെ ആദ്യത്തെ ഡൈയിങ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. ഉടുപ്പ് ഡൈ ചെയ്തത്, കളർ ചെയ്യുന്നത്, നിറം മാറ്റി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് അവിടെയാണ്. അത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നൊരു കാര്യം, ചില ഉടുപ്പുകൾക്കൊക്കെ നിറം കൂടുതൽ മിക്സായി ഉപയോഗശൂന്യമായിട്ട് മാറും. ഇനി ഇത് ചെയ്യുന്ന ആളുകൾ വൃത്തിക്ക് അത് ചെയ്തില്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് പോലും അഴുക്കായി ഉപയോഗശൂന്യമാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ അവിടെ സർദീസിലുണ്ട്. എന്ന് വെച്ചാൽ ഉടുപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെ എന്താ ഉടുപ്പെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ഡ്രസ്സിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കുറേ ആളുകൾ അവിടെ എനിക്കുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പുരോഹിതൻ അവിടെ കയറി നിൽക്കുക, മഹാപുരോഹിതനാ. അവനെ നോക്കിയിട്ട് പിശാച് ഒരിക്കലും ഒരു വാദഗതി പറഞ്ഞു, അവൻ്റെ ഡ്രസ്സ് മോശമാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ അവനെ നോക്കിയിട്ട് കുറ്റം പറയും, അവൻ്റെ ഡ്രസ്സ് ശരിയല്ല എന്ന് വെച്ചാൽ എന്താ? മഹാപുരോഹിതന്റെ ഡ്രസ്സ് ശരിയാണെന്ന് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്? അല്ല, അതല്ല അവിടെ മീൻ ചെയ്തത്. മഹാപുരോഹിതൻ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തെ, ഒരു ജനതയാ. ഇസ്രായേൽ മക്കളെയാണ് അവർ റെപ്രസെന്റ് ചെയ്തത്. ആ ജനത്തിന്റെ പാപം കണ്ടുകൊണ്ടാണ് പിശാച് കൈ ചൂണ്ടുന്നത്. അല്ലെ, ആ പുരോഹിതന്റെ ഡ്രസ്സ് ശരിയല്ല, അവിടുത്തെ ജനം ശരിയല്ല. പക്ഷെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നീ അവനെ നോക്കരുത്, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാ, അവൻ എനിക്കുള്ളത്. കണ്ടോ, ദൈവത്തിന് അവിടെ വിട്ടുകളാൻ അവന് മനസ്സില്ല. പിന്നെ ചേർത്ത് പിടിക്കാൻ, പിശാചിന്റെ കയ്യിൽ കൊടുക്കുവാൻ ഒരു താല്പര്യമില്ല. കുഞ്ഞെ, നിന്നെ പിശാചിന്റെ കയ്യിൽ ഇട്ടു കൊടുക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ല. നിന്നെ പിടിക്കുവാൻ, നിന്നെ തിരിച്ചു പിടിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അടകൽക്കമന സന്തര അധികൽക്കമന ശാന്തര. ഇന്ന് പകലിൽ കുഞ്ഞെ, ജീവിതമാകുന്ന ഉടുപ്പിൽ എന്തെങ്കിലും മലിനതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ യേശുവിന്റെ രക്തത്താൽ അത് കഴുകുക. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകൻ പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ ഞാൻ വെളുപ്പിക്കാൻ. കുഞ്ഞെ, എവിടെയെങ്കിലുമൊക്കെ അല്ലെ കറകൾ പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അതിനെ ക്ലീൻ ചെയ്. നമ്മുടെ ലൈഫിൻ്റെ പ്യൂരിറ്റി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് മാറ്റേഴ്സ്. ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആളുകളുടെ മുന്നിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ദൈവാത്മാവ് നോക്കുമ്പം എവിടെയെങ്കിലൊക്കെ കറ പിടിച്ചിരിപ്പുണ്ടോ? എനിക്ക് ആരെയും വിധിക്കാൻ റൈറ്റില്ല, നിങ്ങൾക്ക് ആരെയും വിധിക്കാൻ റൈറ്റില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ഒരു ബോധ്യം തന്നാൽ, എവിടെയെങ്കിലും ഇച്ചിരി കറ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നിയാൽ ക്ലീൻ ആക്കൂ. ദൈവാത്മാവ് പറയുക, സർദീസിൽ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, ഇനി അവർക്കൊരു ദൂതും കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു പ്രോമിസ് കൂടെ കൊടുക്കുക, റിവാർഡ് അവരോട് പറയുന്നുണ്ട്. അവർക്ക് ഞാൻ വരുമ്പോൾ ഒരു കാര്യം കൊടുക്കാം. എന്താ കൊടുക്കുന്നതെന്നറിയോ? അവർക്ക് ഉടുക്കാൻ വെള്ള ഉടുപ്പ് തരും. അവർക്ക് അവരുടെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. അവരുടെ പേര് ദൂതന്മാരുടെ മുന്നിൽ ഞാൻ ഏറ്റുപറയും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വെള്ളയുടുപ്പ് ധരിക്കാൻ തരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ വെള്ളയുടുപ്പ് ഇട്ടിരിക്കുന്നുണ്ട്, ഇതുപോലെ അവിടെ ചെല്ലുമ്പോൾ വെള്ളയുടുപ്പ് തരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ല കുഞ്ഞേ, തിരുവചനം ആദ്യം പഠിക്കുമ്പോൾ പിശാച് പോരാടിയത് രണ്ട് കാര്യത്തോടാ. ഒന്ന് അവരുടെ ഉടുപ്പിനോടാ. തുടക്കത്തിൽ തൊട്ടുള്ള വാദഗതി ഉടുപ്പിനോടായിരുന്നു. ഇനി അവരുടെ പേര്
ഏദൻ തോട്ടത്തിൽ ഉയർന്ന് കേൾക്കരുതെന്ന് പിശാചിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചാക്കിയപ്പോൾ അവർക്ക് ഏറ്റവും ഉണ്ടായിരുന്നതും നഷ്ടപ്പെട്ടു പോയതും ഉടുപ്പാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അവർക്ക് ഉണ്ടായിരുന്നത് ഉടുപ്പായിരുന്നു. ദൈവിക തേജസ്സാകുന്ന ഉടുപ്പ് അവരെ ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാപമകത്ത് കയറിയപ്പോൾ ആ ഉടുപ്പൊക്കെ എവിടെ പോയെന്നറിയില്ല. അവർക്ക് തങ്ങളെ തന്നെ ഒന്നുമില്ലാത്തവരായിട്ട് തോന്നി. അവർ നഗ്നരെന്ന് അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് അവസാനിപ്പിക്കുമ്പോൾ പറയുക, കുഞ്ഞെ, എനിക്ക് ആ ഉടുപ്പ് തിരിച്ചു തരണമെന്നൊരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഉഡാലക സന്തരാധന വികൽക്കമന പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, സ്വതന്ത്ര തേജസ്സിന്റെ നിത്യ ഘനം എനിക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ല, തേജസ്സുകൾ വ്യത്യാസമുണ്ട്, അതിന്റെ ശോഭ വ്യത്യാസമുണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില തേജസ്സിന്റെ വസ്ത്രം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആത്മാവ സഭയെ നോക്കിയിട്ട് പറയാം, ഡൈയിങ് ഇൻഡസ്ട്രി ഒക്കെ നടത്തുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ നിങ്ങളുടെ ഡ്രസ്സ് സൂക്ഷിച്ചാൽ അവിടെ വരുമ്പോൾ ഞാൻ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു തരാം. നമ്മളവിടെ ചെല്ലുമ്പം പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ എല്ലാവർക്കും ഒരേപോലെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയല്ല. ദൈവം കാരുണ്യവാനായതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇരിക്കും അല്ല, ഇവിടെ ചെയ്തതിന്. അതുകൊണ്ടല്ലേ എഴുതിയിരിക്കുന്നത്, ദൈവനാമ നിമിത്തം ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താൽ അതിനും പ്രതിഫലം തരാതെ പോകാതിരിക്കില്ല. നാം എന്താണോ ചെയ്തു കൂട്ടിയത് ഇവിടെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ അധ്വാനിച്ചു. പൗലോസ്, അപ്പോസ്തലന്മാർ, യോഹന്നാൻ, ആദിമ പിതാക്കന്മാർ, രക്തസാക്ഷികളായവർ, അവരൊക്കെ ചെയ്തതിന് അവരുടെ തേജസ് വ്യത്യാസമാണ്. നമുക്ക് വല്ല പ്ലാസ്റ്റിക് കവർ പോലെയുള്ള എന്തെങ്കിലും ഒരു നൈസായിട്ട് നേർമയായിട്ടുള്ള എന്തെങ്കിലും ഒരു തേജസ്സാണോ കിട്ടുന്നത്? അതോ തേജസ്സിൻ്റെ നിത്യഘനമാണോ നമ്മുടെ ദേഹത്ത് വരാൻ പോകുന്നത്? ചിലരെ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ പ്രകാശിക്കുന്നത് പോലെ ഇരിക്കും. ചിലരെ കാണുമ്പോൾ ചിലപ്പം ചെറിയ പണ്ടത്തെ മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ കത്തുന്ന പോലെ ഇങ്ങനെ മിന്നി ഇരിക്കുമോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് ഭയങ്കര ആഴമേറിയൊരു ദൂത പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത്. നിനക്കൊരു ഉടുപ്പ് അവിടെ തരാം. 2, ജീവന്റെ പുസ്തകത്തിൽ ഞാൻ പേര് മായ്ച്ചു കളയത്തില്ല. ഒരു പുതിയ പഠിപ്പിക്കലുണ്ട്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളുടെ പേര് ആ പുസ്തകത്തിൽ ഇങ്ങനെ എംബോസ് ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് മായ്ച്ചു കളയത്തില്ല. അങ്ങനല്ല, മായ്ച്ചു കളയത്തില്ലെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മായ്ക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതല്ലേ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഒന്നും അവിടെ എഴുതണ്ടായിരുന്നല്ലോ. അപ്പം മായ്ക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ കറ പിടിച്ചാൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ലാസ്റ്റ് ആകുമ്പോൾ അത് മായ്ച്ചു കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉടുപ്പൊന്ന് സൂക്ഷിച്ചാൽ പേരവിടെ കിടക്കും. ലാസ്റ്റ് പറയുന്നു, ദൂതന്മാരുടെ മുന്നിൽ നിങ്ങളുടെ പേര് ഞാൻ ഏറ്റു പറയും. കുഞ്ഞെ, പലപ്പോഴും നമ്മുടെ വിഷമം നമ്മുടെ പേരൊന്നും പറയാൻ ആരും ഇല്ലെന്നുള്ളത് അല്ലേ? അല്ലെങ്കിൽ സഭയിൽ എൻ്റെ പേര് 2 പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ എൻ്റെ പേരൊന്നും പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ലെ, നിൻ്റെ ജീവിത വിശുദ്ധി നീ കാത്തു സൂക്ഷിച്ചാൽ, നീ ഉണർന്നാൽ, നീ വിജിലൻ്റ് ആയാൽ, നീ വാച്ച്ഫുൾ ആയാൽ, ചാവായാറായ ശേഷിപ്പുകൾ നീ ഒന്ന് ശക്തീകരിച്ചാൽ, നീ ഒന്ന് മടങ്ങി വന്നാൽ, കുഞ്ഞെ, നിന്നെ എൻ്റെ കൂടെ ചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. അഡാമന ഹന്തൽക്കമ വൈശപ്രഭാതര അല്ലെ, കാന്തൻ മണവാട്ടിയോട് പറയുന്ന ഒരു ദൂത, ഞാൻ വരാൻ തുടങ്ങുക. നിനക്ക് ഏറ്റവും വിശിഷ്ടമായ ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും വിശിഷ്ടമായ ഒരു ഡ്രസ്സ് നിനക്ക് അവിടെ വെച്ചിട്ടുണ്ട്. തേജസ്സിന്റെ ഒരു വസ്ത്രം നിന്നെ ഉടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലബൽ കമന ഹന്തര ദിഗൽ കമന അല്ലെ, നിനക്ക് മടങ്ങി വരാൻ ഒരു താല്പര്യമുണ്ടോ? മടങ്ങി വരാൻ ഒരു മനസ്സുണ്ടോ? ശാന്തരാധന ദുരാബല സാന്തരാധികൽക്കമന. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് മാനസാന്തരത്തിന് നിമിഷങ്ങളായി മാറട്ടെ, മടങ്ങി വരവിന് നിമിഷങ്ങളായി മാറട്ടെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ക്രമീകരിക്കുന്ന ചില നിമിഷങ്ങളായി മാറട്ടെ. അന്തരാധന ഒരു വായ പോലെ ഈ നിമിഷം പൂട്ടിയിരിക്കരുത്. എല്ലാ ആധരങ്ങൾ അല്പസമയങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ അവനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഉടുപ്പ് മലിനമാകാത്ത ചിലരെ അവർ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ആഹവ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനകത്ത് ഉടുപ്പ് മലിനമാകാത്ത ചിലരെ കുഞ്ഞെ, നിനക്ക് റെപ്യൂട്ടേഷൻ അല്ല വേണ്ടത്. നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ആക്സെപ്റ്റൻസ് വേണം.
ശാന്തരാധര ദുരമനവ സന്തര ദിഗൽക്കമന ശാന്തരാധര. ഈ നിമിഷം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. നിന്നെ കറക്റ്റ് ചെയ്യുന്ന ഹല്ലേലൂയ സെവൻ ഫോൾഡ് മിനിസ്ട്രികൾ ഹല്ലേലൂയ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു രാത്രിയായി ഇതിനകത്ത് മാറട്ടെ. ചിലരെ അവൻ ആവേശങ്ങൾ ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. ശാന്തരാധര ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ അരുളി ചെയ്യുന്ന ദൂത. ശാന്തരാധര ദിഗൽക്കമന ചിലരെ അവൻ ഹല്ലേലൂയ സ്പിരിറ്റ് ഓഫ് വിസ്ഡം കൊണ്ട് നിറയ്ക്കുകയാ. ശാന്തര ദിഗൽക്കമന സാന്തരാധര. ശാന്തരാധര അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടെ. അവനോട് പറ, അപ്പ എനിക്ക് സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലൊന്ന് മാനിഫെസ്റ്റ് ചെയ്യണം, അതെന്റെ മേലൊന്ന് വാഴണം. ഉണർവാരുൾകായി നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവാരുൾകായി നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവാരുകായി നേരം. അപ്പനോട് ഇതൊരു പ്രാർത്ഥനയായിട്ട് പറ. ഹല്ലേലൂയ. അപ്പാ എൻ്റെ മേലെ ഉണർവിനെ ഒന്ന് പകരണം. ഞാൻ ഉറങ്ങിയിരിക്കുമായിരുന്നു. കഴിഞ്ഞ നാളുകൾ ഞാൻ ഒത്തിരി ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിശാചൻ്റെ ജീവിതത്തിൽ വന്ന് കള വിതച്ച് എനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയത് ഞാൻ അറിഞ്ഞില്ല. ഇന്ന് പകലിൽ എന്നെ ഒന്ന് തിരിച്ചു പിടിക്കണമേ. ഈ രാത്രിയിൽ എന്നെ മടക്കിക്കൊണ്ട് വരുന്ന രാത്രിയാകണമേ. അപ്പാ അപ്പൻ്റെ അടുത്തുനിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ മേടിച്ചിട്ട് ഞാൻ മരിച്ചവനെ പോലെ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ മേടിച്ചിട്ടുണ്ട്. ശരിയാ, പക്ഷെ ഞാൻ അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. ദൈവാത്മാവ് ചിലരെ വിവേചിച്ചിട്ട് പറയുന്നു, നീ പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ മേടിച്ചു, കരഞ്ഞു ഒരുപാട് അനുഗ്രഹങ്ങൾ മേടിച്ചു, പക്ഷെ റൈറ്റ് നൗ നിന്റെ പൊസിഷൻ എവിടെയാ? നിന്റെ സ്റ്റാറ്റസ് എവിടെയാ? നിന്റെ സിറ്റുവേഷൻ എന്താ? ഒന്നുമില്ലാതിരുന്നപ്പോൾ ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഉപവസിച്ചു. ശരിയാ, ദൈവം എല്ലാം തന്നു, പക്ഷെ കിട്ടിയതെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമല്ലായിരുന്നോ? ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ഒരു നിമിഷം ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. നിങ്ങൾ ഈ ദൂതിന് കൈയടിച്ചില്ലെങ്കിലും അടുത്ത ഒരു 2 നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, അപ്പാ ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ പ്രാർത്ഥിച്ച് കാനഡയിൽ വന്നതാ സത്യം, പക്ഷെ ഇവിടെ വന്ന് എവിടേക്കോ ഞാൻ അറിയാതെ കാല് തന്നെ ഇടറി വീണു. എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പാ അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുക. അപ്പാ അങ്ങയുടെ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയപ്പോ. ഞങ്ങളെ കേൾപ്പിച്ച ദൂതന്റെ മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരും കൈ ഉയർത്തണ്ട. മനസ്സിൽ കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, അപ്പാ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു. സർദീസിലെ സഭ ഒരു ഉദാഹരണമായി എടുത്ത് എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു. ഞാൻ ഉറങ്ങിയിരിക്കുക, ഒത്തിരി ഉറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. പാസ്റ്ററിന്റെ മോനാണെന്നുള്ള എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ഒരു പെന്തക്കോസ്തുകാരനാണെന്നുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. ഞാനൊരു വർഷിപ്പ് ലീഡർ ആണെന്നുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. ഞാനൊരു പ്രീച്ചർ ആണെന്നുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. ഞാൻ ഭയങ്കര സ്പിരിച്വൽ പേഴ്സൺ ആണെന്നുള്ള റെപ്യൂട്ടേഷൻ എനിക്കുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ ചർച്ചിൽ പോകുന്നുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. ഞാൻ എല്ലാ മിനിസ്ട്രിയിലും ഇൻവോൾവ് ആകുന്നുള്ള റെപ്യൂട്ടേഷൻ എനിക്കുണ്ട്. പക്ഷേ ഞാൻ അപ്പനിൽ നിന്നകന്നിട്ടുണ്ട്. എന്നെ അത് മടക്കിക്കൊണ്ട് വരണം. അപ്പാ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുക. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദി പറയുന്നു. അപ്പാ മണവാളിന്റെ ഹൃദയം പങ്കുവച്ചത് ഞങ്ങൾക്കൊരു പുതിയ വസ്ത്രവുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ അവിടെ കാണപ്പെടാതെ പോകാൻ ഇടയാവല്ലേ.
ഞങ്ങളിൽ ആരും കൈവിടപ്പെട്ടു പോകാൻ ഇടയാകരുതേ അപ്പാ. ഈ വചനം കേട്ട് എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നതാ. ഇതിനകത്തുള്ള സകലരെയും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളിൽ ഒരാൾ പോലും കൈവിടപ്പെട്ടു പോകാൻ പരിശുദ്ധാത്മാവ് നീ അനുവദിക്കരുതേ നാഥാ. അന്ത്യകാലത്തേക്ക് ഞങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യണമേ നാഥാ. ഇതിനകത്തുള്ള ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യണമേ നാഥാ. അല്ല അങ്ങ് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരണമേ. വഴി ഇതാകുന്ന മകനെ, ഇതിലെ നടന്നുകൊള്ളുന്നത് ഞങ്ങളെ കേൾപ്പിക്കണമേ നാഥാ. ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരണം, വിവേകത്തിന്റെ ആത്മാവിനെ തരണം നാഥാ. ഞങ്ങൾ സകലതിനെ വിവേചിപ്പാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരണം അപ്പാ. അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ദൂതിന് നന്ദി പറയുന്നു നാഥാ. ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുക. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇത്രേ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഉറങ്ങുവാണെങ്കിൽ ഉണരണം. ഞാൻ വരുന്നുണ്ട്, റിവാർഡ് പിടിച്ചുകൊണ്ട് വരുവാ നിന്നെ ചേർക്കാൻ, നിന്നെ വിവാഹം കഴിക്കാൻ, നിന്നെ എൻ്റെ മണവാട്ടിയായിട്ട് ചേർക്കാൻ ഞാൻ കാത്തിരിക്കുക. എനിക്ക് ആഗ്രഹമുണ്ട്, നിന്നെ നോക്കി ഞാൻ ഇരിക്കുക. പക്ഷെ നീ തന്നെ ഇറങ്ങിപ്പോവല്ല, നീ തന്നെ വിട്ടേച്ചു പോകരുത്. ഞാൻ ഈ സ്റ്റിൽ കാത്തിരിക്കുക. സ്റ്റിൽ ഇനിയും സമയമുണ്ട്. മടങ്ങി വരണം. വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Let us receive the blessing. May the love of Heavenly Father, the grace of Son Jesus Christ, that sweet communion and fellowship of Holy Spirit be with us now and forevermore. As you step out of this place, God reminds you, wake up, wake up. Strengthen what remains that is about to die. He will enable you to complete it. And there is a great reward where He will acknowledge you on that day in front of the Heavenly Father and the angels. This is my son, this is my daughter. God bless you.